പ്രധാനപ്പെട്ട രണ്ട് ചോദ്യങ്ങളാണ് ഇപ്പോൾ ചർച്ച ചെയ്യേണ്ടത്. ഭരണ തുടർച്ചയില്ലെങ്കിൽ ഭരണവിരുദ്ധ വികാരമില്ലേ? അല്ലാതൊരു കണക്ക് എങ്ങനെ ശരിയാകും? മൂന്നാമതൊരു മുന്നണി കൂടി ഇവിടെ സ്ഥാനം കാണിച്ചപ്പോൾ, ചില മണ്ഡലങ്ങളിലെങ്കിലും ശക്തമായ ത്രികോണ മത്സരം ഉണ്ടാക്കിയപ്പോൾ അവരുടെ പ്രചരണം ഏത് വഴിക്ക് പോയി? അങ്ങനെയാണെങ്കിൽ പ്രതിപക്ഷത്തിൻ്റെ വോട്ടുകൾ ഭിന്നിപ്പിച്ചില്ലെങ്കിൽ അവിടെ ജയിക്കേണ്ടത് ഭരണപക്ഷമാണ്. അങ്ങനെ വിജയിച്ചാൽ ഭരണ തുടർച്ച ഉണ്ടാകേണ്ടതല്ലേ? ഈ ചോദ്യങ്ങൾക്ക് എന്ത് മറുപടി ഉണ്ടാകും ശ്രീ മുരുകൻ? ഇതിൽ രണ്ട് ഫാക്ടറുണ്ട്. ഒന്ന്, നമ്മൾ നേരത്തെ ചർച്ച ചെയ്തതുപോലെ തന്നെ ഒരു ന്യൂനപക്ഷ ഫാക്ടറുണ്ട്. ന്യൂനപക്ഷങ്ങൾ ഇപ്പം ബി ജെ പിയുടെ ഈ വളരെ ശക്തമായ പ്രചരണത്തിൽ പല സ്ഥലത്തും ന്യൂനപക്ഷങ്ങൾ ആശങ്കാകുലരായി. അവരുടെ വോട്ട് ആര് ജയിക്കുന്നു, ജയിക്കാൻ സാധ്യതയുള്ള സ്ഥലത്തേക്ക് ആ വോട്ട് മാറി. അതൊരു പാറ്റേൺ, അത് മുമ്പ് സംഭവിച്ചിട്ടുള്ളതാണ്. അത് ഒന്ന്. രണ്ട്, ഈ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അഴിമതി എന്നുള്ള വിഷയത്തിൽ ഇവിടെ ഉമ്മൻചാണ്ടിയെ മാറ്റണമെങ്കിൽ പിന്നെ ആര് വരണം? LDF വരണം. അപ്പോൾ LDFന് വോട്ട് ചെയ്ത് കൊണ്ട് മാത്രമേ കാര്യമുള്ളൂ. അപ്പോൾ അഴിമതി വിരുദ്ധ വോട്ട് കൂടുതൽ കിട്ടിയിരിക്കുന്നത് 90%, 95% കിട്ടിയിരിക്കുന്നത് LDFനാണ്. യെസ്. അപ്പോൾ രണ്ട് കാര്യങ്ങളാണ് പറയുന്നത്. ഒന്ന്, ന്യൂനപക്ഷ കൺസോൾട്ടേഷൻ അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെന്ന് ശ്രീ കൊല്ലം തുളസി, അങ്ങനെ ഉണ്ടോ? അപ്പോൾ ഏതായാലും ഒരു കാര്യം വളരെ വ്യക്തമായി കഴിഞ്ഞിരിക്കുക. ഭാരതീയ ജനതാ പാർട്ടിയുടെ ഞങ്ങളുടെ ഒരു കണക്കൂട്ടലുണ്ട്, പ്രതീക്ഷയുണ്ട്. ഇത് രണ്ടും വന്നാലും ജനങ്ങളുടെ കാര്യം കഷ്ടമാണ്. അതൊരു കഷ്ടം തന്നെയാണ്. അല്ല, ഞങ്ങൾ പറഞ്ഞല്ലോ ഇത് അല്ല എല്ലാ പാർട്ടി ഈ പറയുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇന്ത്യയിൽ എത്ര കെടുത്തുണ്ട് സാർ? പതുക്കെ വളർന്നു വരത്തുള്ളൂ. BJPയുടെ പോക്ക് പതുക്കെയാണ്, വളർന്നു വരും. ഇപ്പോൾ ഒന്നുമില്ലാതിരുന്ന് പറഞ്ഞെടുത്ത് ഇപ്പം ഒരു സീറ്റെങ്കിലും കിട്ടുമെന്നുള്ള കാര്യം ഏകദേശം വ്യക്തമാക്കിയല്ലോ. ഒന്നല്ലാതെ കൂടും 9 കഴിയും എന്ന് തന്നെയാണ് ഞങ്ങളുടെ പ്രതീക്ഷ. അത് വരട്ടെ. ഇത് കണ്ടത് ഇതൊന്നും ഞങ്ങൾ വിരളാൻ പോകുന്നില്ല. ഇതൊന്നും കണ്ട് അല്ല. അങ്ങനെയാണെങ്കിൽ ഈ ജനങ്ങൾ കുറച്ചുപേര് അറിവില്ലാതെ സംഭവിച്ചാണ്. ശ്രീ മുരുകൻ പറഞ്ഞത് ഈ അഴിമതിക്കെതിരായ വികാരമുണ്ടായത്, ഭരണവിരുദ്ധ വികാരമുണ്ടായത്, പിന്നെ ജയിക്കാൻ സാധ്യതയുള്ള ആളുകൾക്ക് വോട്ട് കൊടുത്ത് LDFനെ ജയിപ്പിച്ചു. ഭരണത്തിൽ വരാൻ സാധ്യതയുള്ളത് നോക്കി. ഈ നിങ്ങൾക്ക് വോട്ട് കിട്ടണമെങ്കിൽ, അതായത് ശ്രീ കുമാർ, നിങ്ങൾ ഭരണത്തിൽ വരും. വിജയസാധ്യതയുള്ളത് BJPക്കാണെങ്കിൽ അഴിമതിയോട് വെറുപ്പുള്ള ജനം ഭരണത്തിനുള്ള സാധ്യത അത് മാത്രമാകണമെന്നില്ല. അഴിമതി നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു MLA അല്ലെങ്കിൽ ഒരു ഭരണകക്ഷിയുടെ നേതാവിനെ തോപ്പിക്കണം എന്നുണ്ടെങ്കിൽ അവിടെ വിജയിക്കാൻ സാധ്യത BJPക്കാണെങ്കിൽ അറിയാം. അവർ പിന്നെ എന്തിനാ അവർക്ക് കൊണ്ട് വെറുതെ വോട്ട് ചെയ്ത്? ഞാൻ ചോദിക്കട്ടെ, മഞ്ചേശ്വരം മണ്ഡലത്തിൽ അങ്ങനെ ഒരാളുണ്ടെങ്കിൽ LDFന് വോട്ട് കൊടുത്തിട്ട് വല്ല കാര്യമുണ്ടോ? വേണ്ട. അവർ ചിലപ്പോൾ കോൺഗ്രസിന് കൊടുത്തേക്കും. അതിനോട് അത് നോക്കാനല്ലേ പോകുന്നത്. അവർ അങ്ങനെയുള്ള മണ്ഡലങ്ങളിൽ നിങ്ങൾ ഈ പറയുന്ന അഴിമതി വിരുദ്ധ താല്പര്യമുള്ളവർ, അഴിമതിയോട് സന്ധി ചെയ്യാൻ മനസ്സില്ലാത്തവർ അവിടെ വിജയസാധ്യതയുള്ള സ്ഥാനാർത്ഥിക്കല്ലേ വോട്ട് കൊടുക്കുള്ളൂ. അതല്ലേ മുരുകൻ നേരത്തെ പറഞ്ഞ ഒരു ന്യായം. ആ ന്യായം തിരിച്ചു പറയുക മുന്നണിക്കാണ്. ഈ രണ്ട് ഫാക്ടറിൽ ഒരു ഫാക്ടറൂടെ കണ്ടില്ല. അതായത് BJP ജയിക്കുന്ന സ്ഥലങ്ങളിൽ അതേപോലെ മുസ്ലിങ്ങൾ ഈ ന്യൂനപക്ഷങ്ങളുടെ BJPക്കെതിരെ രണ്ടാം സ്ഥാനത്ത് വരാൻ സാധ്യതയുള്ള ആൾക്ക് പോകും. മഞ്ചേശ്വരത്തേക്ക് രണ്ടാം സ്ഥാനത്ത് വരാൻ സാധ്യതയുള്ള രണ്ടാം സ്ഥാനത്ത് എപ്പോഴും BJP വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവിടെ CPM മൂന്നാം സ്ഥാനത്താണ് വന്നുകൊണ്ടിരിക്കുന്നത്. അവർക്ക് അതിന്റെ കാര്യമില്ല. അപ്പം രണ്ടാം സ്ഥാനത്തുള്ള വോട്ട് കൊടുത്തിട്ട് BJP ഭയത്തിലുപരി അവിടെ അഴിമതി വിരുദ്ധമാണ് അയാളുടെ മനസ്സിലെങ്കിൽ അയാൾ എന്ത് ചെയ്യും? അഴിമതി മാത്രമല്ല, പറഞ്ഞ BJPയെ കേരളത്തിലെ ജനങ്ങൾ BJPയെ അസസ് ചെയ്യുന്നതും അവരെ എല്ലാ അർത്ഥത്തിലും രാഷ്ട്രീയമായിട്ട് വിലയിരുത്തുന്നതും BJPയുടെ ദേശീയ രാഷ്ട്രീയത്തിൻ്റെ പ്രതിച്ഛായയിൽ നിന്നുകൊണ്ടാണ്. അത് എങ്ങനെ ഇന്ത്യയിലെ ജനങ്ങളെ, കേരളത്തിലെ ജനങ്ങളെ ബാധിക്കുന്നു എന്നത് നോക്കിയാണ്. കേരളത്തിലല്ലാതെ BJPയെ മറ്റൊരു തരത്തിൽ നമുക്ക് വിലയിരുത്താനും കഴിയില്ല. അപ്പോൾ ദേശീയ രാഷ്ട്രീയത്തിൽ BJP എടുക്കുന്ന സമീപനങ്ങൾ ഇവിടുത്തെ ന്യൂനപക്ഷങ്ങൾക്കും പാവപ്പെട്ടവർക്കും വിരുദ്ധമായിട്ടുള്ളതാണ് എന്ന ചിന്ത അവർക്ക് നല്ലതുപോലെ ഉണ്ട്. അതുകൊണ്ട് അതിൻ്റെ ഒരു പ്രതികരണമേ കേരളത്തിൽ ഉണ്ടാകത്തുള്ളൂ. ഭരണവിരുദ്ധ വികാരത്തോടൊപ്പം തന്നെ ദേശീയ തലത്തിൽ BJP എന്ന രാഷ്ട്രീയ പാർട്ടി ഇന്നെടുക്കുന്ന ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ പ്രത്യേകിച്ചും എടുക്കുന്ന സമീപനങ്ങളെ കൂടെ അതിൻ്റെയും കൂടെ അടിസ്ഥാനമാക്കിയാണ് കേരളത്തിലെ ജനങ്ങൾ BJPക്ക് എതിരായിട്ടുകൂടി ചിന്തിക്കുന്നത്. ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ. ശ്രീ കുമാർ ഒരു പക്ഷേ അദ്ദേഹത്തിന് അറിയാവുന്ന കാര്യമായിരിക്കും. മുമ്പത്തെ തെരഞ്ഞെടുപ്പുകളെക്കാൾ ഈ തെരഞ്ഞെടുപ്പിൽ BJPയുടെ ക്യാമ്പയിൻ ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു. ഇറ്റ് വാസ് റൺ ബൈ RSSൻ്റെ നിയന്ത്രണത്തിലാണ് ഈ ക്യാമ്പയിൻ വളരെ ചിട്ടയോടുകൂടി അവർ കൊണ്ടു നടന്നത്. ഈ RSSൻ്റെ മിലിറ്റൻ്റ് ആയിട്ടുള്ള ഒരു പ്രസൻസ് തീർച്ചയായിട്ടും ഒരു മൈനോറിറ്റി കൺസോളിഡേഷൻ ഇടവെച്ചിട്ടുണ്ട്. അത് ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് മിക്കവാറും എല്ലാ മണ്ഡലങ്ങളിലും പോയാൽ എനിക്ക് നേരിട്ട് പറയാൻ പറ്റും. വളരെ ശക്തമായിട്ടുള്ള ഒരു മൈനോറിറ്റി കൺസോളിഡേഷൻ അതിന് ഒരു കൗണ്ടർ ഇഫക്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. കുമാർ, അതൊരു പക്ഷേ തിരിച്ചടിച്ചോ? ഇത് കുറച്ചു പേരെങ്കിലും BJPയിലും സമ്മതിക്കുന്ന ഒരു കാര്യമുണ്ട്. BJPയിലെ സംസ്ഥാന നിരയും RSSൻ്റെ ഒരു വിഭാഗവും
യോജിച്ച് പ്രവർത്തിച്ചിരുന്നുവെങ്കിൽ കുറച്ചുകൂടി പെർഫോം ചെയ്യാമായിരുന്നു എന്ന്. അതിന് പറ്റാതെ പോയത് ഈ പറഞ്ഞ RSSന്റെ സ്വഭാവം ഇഷ്ടപ്പെടാത്ത BJP വിഭാഗം. ഉണ്ണികൃഷ്ണൻ പറഞ്ഞൊരു കാര്യമുണ്ട്. കേട്ടിട്ട് വേണേ പറയാം. ഉണ്ണികൃഷ്ണൻ പറഞ്ഞൊരു കാര്യം കുമാറും ശ്രദ്ധിച്ചാണല്ലോ. ഈ തെരഞ്ഞെടുപ്പ് രംഗത്ത് RSSന്റെ മേൽക്കോയ്മയെ അത് വലിയ തോതിൽ നിങ്ങൾ പ്രയോഗിച്ചത് ഈ രാജ്യത്തിലെ മതന്യൂനപക്ഷങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയേറിയ ഭയാശങ്കയുണ്ട്. ഒന്നും പറയണ്ട, ഇന്ന് തിരുവനന്തപുരത്തെ പല ബൂത്തുകളിലും ആ സ്ഥലത്തുള്ള ആളുകളല്ല വന്നു നിർന്നു. നമുക്ക് കണ്ടാൽ പോലും മനസ്സിലാകുന്ന തരത്തിലുള്ള ക്യാരക്ടറുള്ള ആളുകളാണെന്നുള്ളത്. നിയമത്തൊക്കെ അതൊക്കെ ബാധിച്ചിട്ടുണ്ടാവും. ബംഗാളികൾ അന്യദേശ തൊഴിലാളി വോട്ട് ചെയ്യാൻ നിന്നതായിരിക്കും. അല്ലല്ലല്ലല്ല, ഞാൻ എൻ്റെ നിങ്ങളിൽ ഞാനും ഉത്തരവാദിത്വം വഹിക്കുന്ന അവിടുത്തെ തന്നെ ആളുകളെയാണ് ഞാൻ ഈ പറഞ്ഞത്. അല്ലേ, ഒരു കാര്യമുണ്ട്. SR എന്തൊക്കെ പറഞ്ഞാലും BJPയുടെയും RSSന്റെയും NDAയുടെയും ഇപ്രാവശ്യത്തെ പ്രചരണത്തെ നമ്മൾ ശ്ലാഘിക്കേണ്ടതാണ്. കാരണം ഇത്ര ഞാൻ പറയട്ടെ, ഇത്ര ചിട്ടയായ പ്രവർത്തനം മാത്രമല്ല, ഇത്ര ചിട്ടയായ പ്രവർത്തനം NDAയുടെ അല്ല നിങ്ങളുടെ BJPയുടെ RSSന്റെ കാലത്ത് ഉണ്ടായിട്ടില്ല. ഇത്ര ചിട്ടയായ പ്രവർത്തനം മാത്രമല്ല അത് മാത്രമല്ല, മറ്റൊന്ന് ഈ സ്ഥാനാർത്ഥി ലിസ്റ്റിലും പ്രവർത്തനങ്ങളിലും എവിടെയാണ് RSS പ്രസിപ്പിറ്റേറ്റ് ചെയ്തതെന്ന് ഞാൻ ഉണ്ണികൃഷ്ണനെ എതിർക്കുക. കാരണം RSS പ്രസിപ്പിറ്റേറ്റ് ചെയ്ത് വന്നിട്ടില്ല. അവർക്ക് സുരേഷ് ഗോപിയെ കിട്ടി, അവർക്ക് BJDSനെ കിട്ടി, അവർക്ക് സിനിമാക്കാരെ കിട്ടി, മാത്രമല്ല TK രാജുവിനെ കിട്ടി. എവിടെയാണ് RSS പ്രസിപ്പിറ്റേറ്റ് ചെയ്ത് വന്നത്? എങ്ങും RSS പ്രസിപ്പിറ്റേറ്റ് ചെയ്ത് സ്ഥാനാർത്ഥികളെ കുറിച്ചല്ല പറഞ്ഞത്. അല്ല, സ്ഥാനാർത്ഥികളല്ല. സ്ഥാനാർത്ഥികളെ കുറിച്ചല്ല നമ്മൾ പറയുന്നത്. ആളുകളെ കുറിച്ചാണ് നമ്മൾ. ഞാൻ സ്ഥാനാർത്ഥികളെ കുറിച്ചല്ല പറഞ്ഞത്. അവരുടെ പ്രചരണ പ്രവർത്തനങ്ങളിൽ ഒരിടത്ത് പോലും RSS പ്രസിപ്പിറ്റേറ്റ് ചെയ്ത് വന്നത് BJP ഇവിടെ അക്കൗണ്ട് തുറക്കേണ്ടത് ഈ രാജ്യത്തിന്റെ ആവശ്യമാണ്. ഒരു സീറ്റെങ്കിലും 140 മണ്ഡലത്തിലും ശക്തമായ ഒരു ത്രികോണ മത്സരത്തിന്റെ സാന്നിധ്യം അനുഭവപ്പെട്ടത് എന്തുകൊണ്ടാണ്? BJP ഇപ്രാവശ്യം നടത്തിയ അതിശക്തമായ പ്രചരണം കൊണ്ടാണ്. പക്ഷെ അത് BJPയുടെ മുന്നേറ്റമായോ BJPയുടെ തെരഞ്ഞെടുപ്പ് തന്ത്രമായോ കാണാൻ കഴിയാതെ അത് RSSന്റെ ഒരു മിലിറ്റന്റ് ഫോഴ്സിന്റെ കഴിവാണ് എന്ന് വരുത്താനുള്ള ഒരു ശ്രമം നല്ലതായാലും മോശമായാലും അല്ല, അങ്ങനെ അതുകൊണ്ട് മൈനോറിറ്റി കൺസോൾട്ടേഷൻ വന്നു എന്നല്ലേ നിങ്ങൾ പറയാം? എന്തിനാ ഒരു 14-15% വരുന്ന വോട്ട് BJP NDA സഖ്യത്തിന് കിട്ടിയാൽ ഒരു സീറ്റ് പോലും നിയമസഭയിൽ പാടില്ല എന്ന് പറയാൻ ആർക്കും അവകാശം? അങ്ങനെ പറയാൻ പാടില്ല. അവര് അത്രയും ശതമാനം MS കുമാർ പറയുന്നത് 20% എത്തുമെന്നാണ്. ഒരാളെങ്കിലും ഉണ്ടാകട്ടെ. കൂടെ നിന്നിട്ട് പാര വെക്കുന്ന പരിപാടിയാണ്. 14-15 സീറ്റ് ഇത് എത്രയും കൂടെ പറയുമ്പോഴും അടിയിൽ കൂടെ പാര വരുന്നുണ്ട്. 2011 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 3 സ്ഥലങ്ങളിൽ അവിടെ പോൾ ചെയ്തതിന്റെ 37% വോട്ട് അവർക്ക് കിട്ടി. 2 സ്ഥലങ്ങളിൽ 19%, അത് പാലക്കാടും കാട്ടാക്കടയും 19% വോട്ട് കിട്ടി. അവിടെ നിന്ന് അവർ പിന്നെ കുറച്ചുകൂടെ മെച്ചപ്പെടുകയോ മെച്ചപ്പെടാതിരിക്കുകയോ ഒക്കെ ചെയ്യാം. പക്ഷേ BJPക്ക് ഈ കേരളത്തിലെ സാമാന്യ ബഹുജനങ്ങളുടെ വോട്ടർമാരായിട്ടുള്ള എല്ലാ വിഭാഗത്തിലും വരുന്ന ആളുകളുണ്ട്. അവരുടെ ഒരു ഒരു ആനുകൂല്യം നേടിയെടുക്കാൻ അവർക്ക് കഴിയാത്തതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ദേശീയ രാഷ്ട്രീയം തന്നെയാണ്. ആ ദേശീയ രാഷ്ട്രീയത്തിൽ നിന്നുകൊണ്ട് കേരളത്തിലെ ജനങ്ങൾ ചിന്തിക്കുമ്പോൾ അവിടെ സ്വാഭാവികമായിട്ടും കേരളത്തിന്റെ ജനസംഖ്യയും കേരളത്തിന്റെ എല്ലാം കൂടെ ചേർന്ന ഒരു സമ്മിശ്രമായ രീതി അറിയാം. അതായത് ശ്രീ പ്രകാശ് ബാബു പറയുന്നത്, ശ്രീ അജിത് കുമാർ, അതായത് ഇവിടെ പറഞ്ഞു വന്ന ചർച്ചയിൽ ഇടയ്ക്ക് അങ്ങ് വരുന്നതിന് തൊട്ട് മുമ്പ് പറഞ്ഞുകൊണ്ടിരുന്ന കാര്യം ഇത് തന്നെയായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ റെപ്പിറ്റേഷൻ ഒഴിവാക്കാൻ വേണ്ടി ഈ പറഞ്ഞ പ്രശ്നം കൊണ്ട് അങ്ങ് പറഞ്ഞ RSSന്റെ ചിട്ടയായ വളരെ കളർഫുൾ ആയ പ്രചരണം കൊണ്ടുണ്ടായ ഒരു ബാഡ് ഇഫക്റ്റ് അല്ല എന്റെ പോയിന്റ്. ന്യൂനപക്ഷ കൺസോൾട്ടേഷൻ അത് അംഗീകരിക്കുന്നുണ്ടോ ശ്രീ? അല്ല, എന്റെ പ്രകാശ് ബാബുവിനോട് ഞാൻ ചോദിക്കുന്ന ചോദ്യം, ആനുപാതിക പ്രാതിനിധ്യം പാർലമെന്റിൽ വേണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു പാർട്ടിയാണല്ലോ എന്റെ ചോദ്യം. അങ്ങനെയുണ്ടെങ്കിൽ 14 എത്ര ശതമാനം
അങ്ങനെ വോട്ട് കിട്ടിയ ഇവിടെ 2%, 3% ശ്രീ വോട്ട് അജിത് കിട്ടിയ- കുമാർ, എന്റെ ചോദ്യം. അതൊന്നും നമുക്കിപ്പോ നമ്മുടെ നിയമം അനുസരിച്ച് പറ്റില്ല. ഞാൻ പറയട്ടെ, ഞാൻ നയത്തെ കുറിച്ചാണ് പറയുന്നത്. ഒരു കാര്യം, ഞാൻ RS-കാരനല്ല, RS BJP-കാരനുമല്ല. എന്റെ ചോദ്യം, അങ്ങനെ 15% വോട്ട് കിട്ടിയ ഒരു പാർട്ടിക്ക് ഒരു MLA എങ്കിലും ഉണ്ടാകുന്നത് ശ്രീ അജിത് കുമാർ, SRS അത്ഭുതപ്പെടുകയാണ്. എന്ത് പറ്റി ശ്രീ R. അജിത് കുമാർ? ഇന്നലത്തെ പോലെ അല്ലല്ലോ ഇന്ന്. പാർലമെന്ററി ജനാധിപത്യമല്ലേ? എനിക്ക് ഒരു കാര്യം ആനുപാതിക പ്രാതിനിധ്യം വെച്ചാൽ നമുക്ക് ആരോഗ്യത്തെ ഒരു സംശയവും വേണ്ടല്ല. അതല്ലല്ലോ ഇപ്പൊ ഇന്ത്യൻ ഭരണഘടന. ഇനിയിപ്പോ ഒരു പക്ഷേ ഈ ആനുപാതിക പ്രാതിനിധ്യം വന്നാൽ മാത്രമേ BJP-ക്ക് രക്ഷയുള്ളൂ എന്നാണ് ശ്രീ അജിത് കുമാർ പറയുന്നത്. ആ പോയിന്റാണ് കറക്റ്റ്. വേറെ ഒരു ഘടകം കൂടെ ഉണ്ട്. ഉണ്ണികൃഷ്ണൻ പറഞ്ഞതുമായി ബന്ധപ്പെട്ട് ഈ പറഞ്ഞ പോലെ സംഘപരിവാറിന്റെ ഒരു കൂട്ടായ ഒരു ശ്രമം നടന്നിരിക്കുന്നു. RSS കൺട്രോൾ ചെയ്തിരുന്ന ഇലക്ഷനിയറിംഗ് ആയിരുന്നു. കിട്ടാവുന്ന പരമാവധി കക്ഷികളെ, സഖ്യകക്ഷികളെന്ന് പറഞ്ഞ 1-2 പേരാണെങ്കിലും കൂടെ സമാഹരിച്ച് നിർത്തിയിരുന്നു. ഇത്തവണ ഈ പറഞ്ഞ പോലെ ഒരു 15% വോട്ട് അവർക്ക് പിടിക്കാൻ കഴിഞ്ഞാൽ കേരളത്തിൽ എന്നാണ് ഇനി BJP സാന്നിധ്യം അറിയുക? അത് പിടിക്കും. അതിനകത്ത് ഒരു പ്രശ്നമുണ്ട്. അദ്ദേഹം പറഞ്ഞു ഇപ്പോൾ ഇന്ത്യയുടെ BJP-യുടെ നിലപാടനുസരിച്ച് അതിനനുസൃതമായി ജനങ്ങൾ ചിന്തിക്കുന്നതുകൊണ്ടാണ് BJP ജയിക്കുക. ഞാനൊരു ചെറിയ ചോദ്യം അദ്ദേഹത്തോട് ചോദിക്കുകയാണ്. കഴിഞ്ഞ തവണ മഞ്ചേശ്വരം മണ്ഡലത്തിലെ റിസൾട്ട് അങ്ങയുടെ കയ്യിലുണ്ടോ? ഇല്ലെങ്കിൽ ഞാൻ പറയാം. ഇല്ല, ഞാൻ പറഞ്ഞു. വീണ്ടും അത് ആവർത്തിക്കല്ലേ അവര്. ജനങ്ങൾ നിരാകരിക്കുന്ന അല്ല എന്ന് പറയാനാണ് ഞാൻ പറയുന്നത്. ജനങ്ങളല്ല ഞങ്ങളെ നിരാകരിക്കുന്നത്. അവിടെ മത്സരിച്ചത് 2006 ജയിച്ച CH കുഞ്ഞമ്പുവാണ് ഇപ്പോഴത്തെ സ്ഥാനാർത്ഥി. അദ്ദേഹം 2011 3-ാം സ്ഥാനത്ത് പോയി. അദ്ദേഹത്തിന് 5000 വോട്ടിന്റെ കുറവുണ്ട്. ഞങ്ങൾ 4000 വോട്ടിന് തോറ്റു. എങ്ങനെ സംഭവിച്ചു? ജനങ്ങളല്ല ഞങ്ങളെ തോപ്പിച്ചത്. ശ്രീകുമാർ, അവിടെ ഞങ്ങളെ തോപ്പിച്ചത് ഇതേ കാര്യം ഈ മഞ്ചേശ്വരം പറഞ്ഞുകൊണ്ട് ഞാൻ ചോദിക്കാം. ഒന്ന് ഞാൻ പറഞ്ഞോട്ടെ, അങ്ങേക്ക് ഗുണം ചെയ്യും. അതുകൊണ്ടാണ് അങ്ങ് ഈ നിയമത്തെക്കുറിച്ചും വട്ടിയൂർക്കാവിനെ കുറിച്ചും ഒക്കെ പറയുന്ന കണക്കുകളിൽ വരുന്ന കാര്യമായതുകൊണ്ടാണിത്. ഈ മഞ്ചേശ്വരത്ത് ഈ ആദ്യം നിങ്ങൾ പിടിച്ച 30,000 ആളുകൾ അതേ ആളുകൾ തന്നെയാണോ പിന്നെയും കിട്ടുന്ന 30,000 ആളുകൾ? മാറ്റമില്ലേ? അല്ലല്ല, വേറെ കണക്കുകൾ വരുമ്പോ ഇനി തിരിച്ചും പറയരുത്. അതാണ് എന്റെ ചോദ്യം. അല്ലാതെ നിങ്ങൾ പറയുന്നുണ്ട്. അല്ലല്ല, അതുപോലെ കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് എം.എൻ. ഗോവിന്ദൻ നായർ പോട്ടെ മറ്റേ മുന്നണിയിൽ നിന്ന് ജയിച്ചതാണ്, വലതുപക്ഷ മുന്നണിയിൽ നിന്ന് ജയിച്ചതാണ്. P.K. വാസുദേവൻ നായരും പന്ന്യൻ രവീന്ദ്രനും ജയിച്ച ഈ തിരുവനന്തപുരം മണ്ഡലത്തിൽ എന്തുകൊണ്ട് നിങ്ങളുടെ ബെനറ്റ് എബ്രഹാം 1,00,000 വോട്ടിന്റെ കുറഞ്ഞ് ജയിച്ചത്, തോറ്റത്? ആ വോട്ടുകൾ എവിടെ പോയി? ആ വോട്ടുകൾ എവിടെ പോയി? അത് കൊടുത്തില്ലേ ശശി തരൂരിനെ? 15,000 വോട്ടിന് ജനം നിരാകരിച്ചല്ലോ. ഇവിടെ എങ്ങും BJP-യെ ജനം നിരാകരിച്ചതല്ല. നിങ്ങള് ബോധപൂർവ്വം അല്ലല്ല. അത് ശരി. അപ്പൊ ഞങ്ങൾ എവിടെയെങ്കിലും വോട്ട് കുറഞ്ഞ് ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് 2011 കിട്ടിയ വോട്ടിനേക്കാൾ നിങ്ങളുടെ ഒരു ഗ്രാഫ് കുറഞ്ഞു വരുന്നു എന്നുള്ളത് ഈ റിസൾട്ട് വരുമ്പോൾ നിങ്ങൾക്കത് ബോധ്യമാവും. മഞ്ചേശ്വരത്ത് വന്നത്, ഞാൻ അത് നിങ്ങളുടെ ചോദ്യത്തിന്റെ ഉത്തരം പറഞ്ഞുകൊണ്ട് പറയാം. മഞ്ചേശ്വരത്ത് വന്നത് ഞാൻ പറഞ്ഞ ന്യൂനപക്ഷങ്ങളുടെ ഇടയിലുള്ള നിങ്ങളെ സംബന്ധിച്ചുള്ള ഭയം, ആ ഭയപ്പാടാണ്. അതുകൊണ്ട് മാത്രം ശ്രീ അജിത് കുമാർ ഇന്ന് ഈ നിലപാട് എടുത്തിരിക്കുന്നത് ശ്രീ MS കുമാർ ഒറ്റയ്ക്കാണെന്ന് തോന്നിയതുകൊണ്ടാണ്. ശ്രീ കൊല്ലം തുളസി എഫക്റ്റീവ് ആകുന്നു എന്നൊരു സംശയം ശ്രീ കൊല്ലം തുളസി. അതുകൊണ്ട് ഞാൻ ചോദിക്കുകയാണ്, ഈ ന്യൂനപക്ഷ വോട്ടുകൾ കൺസോൾഡേറ്റ് ചെയ്തിട്ടുണ്ട് ഈ RSSന്റെ ഈ പ്രകടമായ രീതിയിലുള്ള പ്രചരണ രംഗത്തെ ഈ കടന്നുകയറ്റം എന്നൊരു വാദമാണ് ഈ വരുന്നത്. ശ്രീ അജിത് കുമാർ അതിനെ പോസിറ്റീവായി കാണുന്നു. അത് പോസിറ്റീവായാണോ അങ്ങും കാണുന്നത്? അതുകൊണ്ട് ഈ ന്യൂനപക്ഷ കൺസോൾട്ടേഷൻ ഉണ്ടായിട്ടുണ്ട്. ഈ ഡ്രൈവറുടെ ശ്രദ്ധ കൊണ്ട്, വണ്ടിയുടെ കണ്ടീഷൻ കൊണ്ട് കുട്ടി രക്ഷപ്പെട്ടാൽ പോരെ. RSSന്റെ കടന്നുകയറ്റം എന്തോ ആയിക്കോട്ടെ, ഞങ്ങളുടെ ലക്ഷ്യം എന്ന് പറയുന്നത് ഇവിടുത്തെ ഈ രാജ്യത്തിൻ്റെ ഭരണം തൽക്കാലം കിട്ടിയില്ലെങ്കിലും ഭാവിയിൽ ഞങ്ങൾ വിത്തിട്ടിരിക്കുക. വിത്തിട്ട് പോവുകയാണ്. കുറച്ച് വർഷങ്ങളായിട്ട് ഞങ്ങൾ വിത്തിടുന്നുണ്ട്. അതിൽ വിത്തിടുക. നിങ്ങളെങ്ങും വിത്ത് മുളയ്ക്കുന്നില്ലല്ലോ. നിങ്ങൾ രണ്ടിടത്ത് അഭിപ്രായം പറയുന്നത് ഈ വരാൻ പോകുന്ന LDF-ന്റെ ഒരു വിജയത്തെ ഞാനിപ്പം 101 സീറ്റൊന്നും കിട്ടല്ലേ ദൈവമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. കാരണം അഹങ്കാരം കൂടും. അത് നമ്മൾ തന്നെ അല്ല, നമ്മൾ തന്നെ എതിരായിട്ട് എഴുതേണ്ടി വരും. ഞാൻ 100 കിട്ടുമെന്നൂടെ ബിട്ടാസിന്റെ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞായിരുന്നു. പോട്ടെ, ഞാൻ എന്റെ പോയിന്റ് ഇവിടെ അല്ല, അത് പതായം വെക്കാം, സമയമുണ്ടല്ലോ. ഞാൻ എന്റെ പോയിന്റ് ഇവിടെ നിങ്ങൾ LDF-ന് ലഭിക്കാവുന്ന ഒരു വിജയത്തെ ഈ RSS-ന്റെയും RSS ആണോ BJP എല്ലാം കൂടെ ചേർന്ന് അതുകൊണ്ട് അതിന്റെ തിളക്കത്തെ നിങ്ങൾ കുറച്ച് കാണാതെ ആര് കണ്ടു? ശ്രീ അജിത് കുമാർ ഇതെല്ലാം കൂടി RSS ആണ്. എന്റെ പോയിന്റ് അതാണ്. എന്റെ പോയിന്റ് അതായത് ഇവിടെ വിജയിക്കാൻ പോകുന്ന, ഇവിടെ പരാജയം UDF എന്താ പരാജയം ഏറ്റുവാങ്ങാൻ പോകുന്നത്? 1 അഴിമതി, 2 പണം, പെണ്ണ്, മണ്ണ്. ഈ 3 കാര്യങ്ങളിലാണ് UDF പരാജയം ഏറ്റുവാങ്ങാൻ പോകുന്നത്.
ശ്രീ സലീം. അതിന് നമ്മൾ കുറച്ച് കാണണ്ട. അജിത്ത് എന്തും പറഞ്ഞു, ഞാൻ അതിലേക്ക് പോകുന്നില്ല. അല്ല, നേരത്തെ അജിത്ത് പറഞ്ഞതിനകത്ത് കയറി. ഇപ്പൊ അജിത്ത് പറഞ്ഞതിനകത്ത് വരുന്നില്ലേ? ഇവിടെ പ്രശ്നം അതല്ല. ഇവിടെ ഇപ്പൊ ഉണ്ണികൃഷ്ണൻ പറഞ്ഞൊരു പോയിന്റ് ഉണ്ട്. RSSന്റെ ഒരു മിലിറ്റന്റ് പ്രസൻസ് അത് വളരെ കൃത്യമായി അതൊക്കെ പോട്ടെ, ഒന്നോ രണ്ടോ അല്ല സീറ്റല്ലേ കിട്ടുള്ളൂ. അല്ല അജിത്ത് നിൽക്കെ, അതായത് ഞാൻ പറയുന്നത് കേൾക്കെ, അത് വളരെ കൃത്യമായി CPM ഇത് മാർക്കറ്റ് ചെയ്തു എന്നുള്ളത് അതിന്റെ റിസൾട്ട് എക്സിറ്റ് പോൾ എന്തോ ആയിക്കോട്ടെ, അതിന്റെ റിസൾട്ട് എന്തോ ആയിക്കോട്ടെ, പക്ഷെ CPM വളരെ ഇന്റലിജന്റ് ആയി മാർക്കറ്റ് ചെയ്തു. RSSന്റെ ഒരു മിലിറ്റന്റ് പ്രസൻസ് കേരളത്തിലെ ഇവര് തമ്മിലുള്ള ധാരണയായിരുന്നു RSSഉം CPM-ഉം കൂടെ എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ കേരളത്തെ വർഗീയവൽക്കരിക്കാനുള്ള BJPയുടെ ഒരു ശക്തമായ ശ്രമം, അതിൽ മൈനോറിറ്റീസിന് ഒരു ആങ്സൈറ്റി, ഒരു ഫിയർ ഉണ്ടായിരുന്നു. അത് വളരെ കോടിയേരി ബാലകൃഷ്ണന്റെയും പിണറായി വിജയന്റെയും 2-3 സ്റ്റേറ്റ്മെന്റ്സ് അന്ന് നമ്മൾ മാധ്യമലോകം ഒന്ന് ശ്രദ്ധിച്ചില്ല. ഇത് ഞാൻ പറയട്ടെ, ഇത് നമ്മൾ ചർച്ച ചെയ്യല്ലേ, ഇനി പ്രതിരോധിച്ചിട്ടോ കാര്യമില്ലല്ലോ. അല്ല, നമ്മൾ കാണാത്ത ഒരു പ്രശ്നമാണ്. ഈ ഒരു നിങ്ങളുടെ പരാജയത്തെ ഞങ്ങൾ പരാജയപ്പെട്ടിട്ടില്ല. നിങ്ങളുടെ അഴിമതിയെക്കുറിച്ച് ഞങ്ങളുടെ 19-ാം തീയതി വരെ സമ്മതിക്കില്ല ശ്രീ PS സലീം. അദ്ദേഹം വളരെ മാന്യമായ മനുഷ്യനാണ്. പക്ഷെ എന്റെ ചോദ്യം, നിങ്ങളുടെ പരാജയത്തിന് ഉത്തരവാദിത്തം ഈ RSS BJPയുടെ ചുമലിൽ കൊണ്ട് ചാരാതെ. അജിത്ത് വരുന്നതിന് മുമ്പ് ഞങ്ങളത് പറഞ്ഞു, ഇവിടെ ആന്റി ഇൻകംബൻസി ഇല്ല എന്ന് പറയുന്നത് വെറുതെയാണ്. ഭരണവിരുദ്ധ വികാരം വളരെ ശക്തമായിട്ടുള്ള തെരഞ്ഞെടുപ്പ് കാര്യമുണ്ട്. എന്നാലും ഉമ്മൻചാണ്ടിയെ പോലെ സത്യം VS അച്യുതാനന്ദനെ ഉമ്മൻചാണ്ടിയെ ഒന്ന് നമുക്ക് മുഖ്യമന്ത്രിമാരായിട്ടൊന്ന് താരതമ്യം ചെയ്യാം. എന്നോട് ആൾക്കാർ പറഞ്ഞിട്ടുണ്ട്, VS അച്യുതാനന്ദൻ്റെ അടുത്ത് ഒരു ക്യാൻസർ പേഷ്യൻ്റ് അങ്ങോട്ട് ചെന്നാൽ ഉടനെ 4500 രൂപ 50 പൈസ, അല്ലെ 10,000 രൂപ ഏതാണ്ട് അവിടെ ഇരിക്കുന്ന ഉദ്യോഗസ്ഥന്മാരെല്ലാം കൂടെ ഏതാണ്ട് ഇവരുടെയൊക്കെ കുടുംബത്തിൽ നിന്ന് എഴുതി കൊണ്ടുവരുന്ന പോലെ കൊടുക്കുന്നത്. ഉമ്മൻചാണ്ടി എന്ത് ചോദിക്കും, എത്ര വേണ്ടത്? 1 ലക്ഷം രൂപ, 5.5 ലക്ഷം രൂപ കൊടുക്കും. കാരണം 5 വർഷത്തെ ചികിത്സയുടെ അജിത് കുമാർ നേരത്തെ പറഞ്ഞു ആനുപാതിക പ്രാതിനിധ്യം കൊടുക്കണം. ശ്രീ അജിത് കുമാർ നേരത്തെ പറഞ്ഞു ആനുപാതിക പ്രാതിനിധ്യം കൊടുക്കും. ഇപ്പൊ പറയുന്നത് ഈ പഴയ രാജാക്കന്മാരുടെ കാലഘട്ടം പോലെ എഴുതി കൊടുക്കണമെന്നാണ്. അത് ആ സ്റ്റേറ്റ്മെന്റ് അദ്ദേഹം നമുക്കൊരു വാദത്തിന്റെ സുഖത്തിന് വേണ്ടി പറഞ്ഞതാണെങ്കിലും വലിയൊരു സത്യമുണ്ട്. ഉമ്മൻചാണ്ടി ഒരു നടപടിക്രമവും നോക്കാറില്ല, ആരോടും ചർച്ച ചെയ്യാറില്ല, ചോദിക്കുന്നതിന് ഇരട്ടി കൊടുക്കും. കാര്യം എന്തുവാ, അത്ര കാശ് കയ്യിലിരിക്കുക, അത് കൊടുക്കാമല്ലോ. നടപടിക്രമവും കാര്യം നമുക്ക് ചർച്ചയിലേക്ക് വരാം. ഇങ്ങനെ ചെയ്യുമ്പോഴും ഈ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി പട്ടികയെ സംബന്ധിച്ച് അവസാന സമയവും BM സുധീരൻ KPCC പ്രസിഡന്റ് എന്നുള്ള നിലയിൽ വളരെ ശക്തമായൊരു നിലപാടെടുത്തു. അതിലെ മന്ത്രിമാരുൾപ്പെടെയുള്ള 5 പേരെ മാറ്റണം എന്ന് പറഞ്ഞു. സുധീരൻ അതിൽ കണ്ടെത്തിയ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത് അവർ കളങ്കിതരാണ്, അഴിമതിക്കാരാണ്. അപ്പോൾ KPCCക്ക് പോലും അംഗീകരിക്കാൻ കഴിയാത്ത അഴിമതി നടത്തി എന്ന് KPCC പ്രസിഡന്റ് വിശ്വസിക്കുന്ന ഒരു സെറ്റ് ആളുകൾ ഉൾപ്പെടെയുള്ള ഒരു പട്ടികയാണ്, ആ ലിസ്റ്റിനെയാണ് സുധീരൻ എതിർത്തത്, ശക്തമായിട്ട് എതിർത്തു. അത് ജനങ്ങൾക്കും അറിയാം, ഈ അഴിമതി നടത്തിയതിൻ്റെ നേതൃത്വം നൽകിയ ഒരു മന്ത്രിസഭയിലെ അംഗങ്ങളാണ് അവർ എന്നുള്ളത്. അതുകൊണ്ട് ആ ഗവൺമെൻറ്റിനെതിരായ, അഴിമതിക്ക് എതിരായ, ജനകീയ താല്പര്യങ്ങൾക്ക് വിരുദ്ധമായ ഒരു നിലപാടെടുത്ത ഗവൺമെന്റിനെതിരായ വികാരമാണ്. ആ വികാരത്തെ വഴിതിരിച്ചു വിടുന്നതിന് വേണ്ടി ഗവൺമെന്റിനെതിരായിട്ടുണ്ടായ ഭരണവിരുദ്ധ വികാരത്തെ വേറെ രണ്ടാക്കി തിരിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ശ്രമം NDAയുടെ ഭാഗത്തു നിന്ന് നടന്നതും കൂടി ജനങ്ങൾ തള്ളിക്കളഞ്ഞു. ഉണ്ടായിരുന്നു എന്നുള്ളത് സമ്മതിക്കാൻ കോൺഗ്രസ് നേതാക്കൾക്ക് ഈ ഘട്ടത്തിലും പറ്റുന്നില്ല. മനസ്സിലാക്കാം, അങ്ങ് കോൺഗ്രസിന്റെ ഭാഗത്തുള്ള ഒരു മാധ്യമ പ്രവർത്തകൻ കൂടിയാണ്. അവരെ ഉപദേശിച്ച് നന്നാക്കേണ്ട ഒരു ഉത്തരവാദിത്വം കൂടിയുണ്ട്. അങ്ങ് എങ്ങനെയാണ് അതിനെ പറഞ്ഞു മനസ്സിലാക്കുന്നത്? ഡോക്ടർ, തീർച്ചയായിട്ടും ഒരു തരംഗവും അല്ലെങ്കിൽ വലിയ വിവേവെന്നോ ടൈഡെന്നോ ഒന്നും പറയാനൊന്നും ഉള്ള ഒന്നും വിസിബിൾ ആയിരുന്നില്ല. കാണാൻ മാത്രം അല്ല, പ്രചരണ രംഗത്ത് ഒരു മണ്ഡലത്തിലും ഒരു പ്രകടമായ ഒരു തരംഗവും ഒന്ന് ചെറിയൊരു ഓളം. ഒരു കാര്യം ശ്രീ അജിത്തിനോടും ശ്രീ PS സലീമിനോടും, ഭരണത്തിലിരിക്കുമ്പോൾ നിങ്ങൾ ആരും ഇത് കാണില്ല. അപ്പൊ എന്താ ചെയ്യുന്നത്? ഇതിനെ ഏതെങ്കിലും പഠിക്കുന്ന ഏജൻസികളെ കൊണ്ട് ഇത് അവരുടെ കണ്ണുകൊണ്ട് നോക്കാൻ പറയണം. അവർ നടത്തിയതാണ് ഇവിടെ അത് നിങ്ങളൊന്ന് കേട്ടാൽ നിങ്ങൾക്ക് ഭാവിയിലെങ്കിലും ഗുണമുണ്ടാവും. അജിത്ത് അങ്ങനെ കാണുന്നില്ലെങ്കിൽ ഇന്ന് നമ്മുടെ സഹകരണ മന്ത്രി CN ബാലകൃഷ്ണന്റെ ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ടായിരുന്നു.
ഭരണ തുടർച്ച ഉണ്ടാകും എന്ന് പറയാൻ കഴിയില്ല എന്നാണ് ആ മന്ത്രി വേറൊരു കാര്യമുണ്ട്. പിന്നെ ഈ എല്ലാ കാലത്തും ഈ പറഞ്ഞ സർക്കാർ 5 കൊല്ലം കൂടുമ്പോൾ എന്തെങ്കിലും ഒരു വിരുദ്ധ വികാരം ഉണ്ടാകണമെങ്കിൽ അത് ഭരണപക്ഷത്തോട് മാത്രമല്ലേ വിരുദ്ധ വികാരം ഉണ്ടാകുള്ളൂ, പ്രതിപക്ഷത്തോട് ഉണ്ടാകത്തില്ലല്ലോ. പുതുതായിട്ട് രംഗത്ത് വന്ന മൂന്നാം മുന്നണിയോട് ഉണ്ടാകത്തില്ലല്ലോ. അപ്പം ഭരണവിരുദ്ധ വികാരം അഥവാ ഉണ്ടെങ്കിൽ അത് ഭരണത്തിൽ ഇരുന്നതിന്റെ 5 വർഷത്തെ നേട്ടങ്ങളോ കോട്ടങ്ങളോ അടിസ്ഥാനപ്പെടുത്തിയാണ്. താങ്കളൊരു മാധ്യമ പ്രവർത്തകനായതുകൊണ്ട് ഞാൻ പറയുകയാണ്, അത് ഇപ്പോൾ അജിത്തുണ്ട്, എല്ലാവരും ഉണ്ട്, വളരെ സീനിയർ ആയിട്ടുള്ള മാധ്യമ പ്രവർത്തകരാണ്. നമ്മുടെ ഈ തെരഞ്ഞെടുപ്പ് രംഗം ഇത്തവണ പൂർണ്ണമായും മാധ്യമ നിർമ്മിതമായിരുന്നു. പൂർണ്ണമായും മാധ്യമങ്ങളെ കൺട്രോൾ. ഞാനൊന്ന് പറഞ്ഞോട്ടെ. ഇടതുപക്ഷത്തിന് ഒരു മാധ്യമം പറയൂ, നിങ്ങൾ ഒരു മാധ്യമം പറയൂ. ഇടതുപക്ഷത്തുണ്ടായിരുന്ന മാധ്യമം ഏറ്റവും അധികം വായിക്കപ്പെടുന്ന പത്രങ്ങളുടെ ടെലിവിഷൻ ചാനലുകൾ അവസാന ലാപ്പിലായപ്പോൾ അവര് വീക്ഷണം പോലെയാണ് സംസാരിച്ചുകൊണ്ടിരുന്നത്. ഏറ്റവും ഇനി ഫേസ്ബുക്ക് സൈബർ മീഡിയയിൽ അവരുടെ റീപ്രൊഡക്ഷൻ ആലോചിച്ച് നോക്കൂ. അവർക്ക് അനുകൂലമായ ന്യൂസ് മാത്രമാണ് ഹെഡ്ലൈൻസ് ആയിക്കൊണ്ടിരുന്നത്. അപ്പോൾ ഇത്തരത്തിൽ നമുക്ക് വെളിയിൽ നിൽക്കുന്നവർക്കുള്ള ഒരു തോന്നൽ എന്താണെന്ന് വെച്ചാൽ ഇത് വളരെ ഈവൻലി കണ്ടസ്റ്റഡ് ആയിട്ടുള്ള ഇലക്ഷൻ ആണെന്നുള്ളതാണ്. പക്ഷേ യാഥാർത്ഥ്യം എന്താണ്? ജനത്തിനെ നേരിട്ട് ബാധിച്ച പ്രശ്നങ്ങളെ ജനം ഒരു തരത്തിലുള്ള മാധ്യമങ്ങളുടെയും സഹായമില്ലാതെ നേരിട്ട് അതിനോട് സംവദിക്കാൻ തയ്യാറാണ്. അതാണ് ഇവിടെ സംഭവിച്ചത്. മൊബൈൽ ഫോൺ കൈയ്യണ്ടോ തൊടാത്ത ബഹുമാന്യ ശ്രീ വി എസ് അച്യുതാനന്ദന്റെ പേരിൽ ഫേസ്ബുക്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്തിട്ട് പ്രചരണം മുഴുവൻ ബദൽ പ്രചരണങ്ങൾ മുഴുവനും ബദൽ മാധ്യമങ്ങളിലൂടെയായിരുന്നു, സൈബർ മീഡിയയിലൂടെ മാത്രമായിരുന്നു. ഇവിടുത്തെ കേരളത്തിലെ ഒരു എസ്റ്റാബ്ലിഷ് മീഡിയയും ഇത്തവണ തരുമ്പും ന്യൂട്രാലിറ്റി കാണിച്ചില്ല എന്ന് മാത്രമല്ല വീക്ഷണം എന്ന പത്രത്തിന്റെ ഒരു എക്സ്റ്റൻഷനായി അവർ പറഞ്ഞ ഒരു കാര്യത്തോട് ഞാൻ ചോദിക്കുന്നത് 3 മാസമായിട്ട് ഒരു മറ്റേ കേരള വാട്ടർ അതോറിറ്റിയുടെ ജലം കിട്ടാത്തൊരു സ്ഥലമാണ് തിരുവനന്തപുരം ജില്ല, തലസ്ഥാന നഗരി. എന്ത് മറുപടി പറയാനുണ്ട് ഇവർക്ക്? 2 തവണ കേരളത്തിലെ പ്രമുഖമായിട്ടുള്ള ഒരു ചാനൽ എന്നെ വിളിച്ച ഒരു രാഷ്ട്രീയ ചർച്ച അവസാനം മാറ്റിവെച്ചു. എന്തുകൊണ്ട്? മോളിൽ നിന്നുള്ള ഇടപെടൽ കൊണ്ട്. അത് വേണ്ട എന്ന് പറഞ്ഞു. ഏറ്റവും അവസാനം മാറ്റിവെച്ച ചർച്ച ഞാൻ പറയാം. വി എസ് അച്യുതാനന്ദന് അനുകൂലമായിട്ട് ഉമ്മൻചാണ്ടി കൊടുത്ത മാനനഷ്ട കേസിൽ വിധി ഉണ്ടായെന്ന് ആ ചർച്ച മാറ്റിവെച്ചുകൊണ്ട് മറ്റൊരു വിഷയത്തിലേക്ക് ഇവിടുത്തെ പ്രമുഖ ചാനൽ പോയി. തെരഞ്ഞെടുപ്പ് പ്രചരണം കൊണ്ടാണ് എന്ന് വിശ്വസിക്കാൻ തയ്യാറില്ല. കാരണം എക്സിറ്റ് ഫലം എന്തോ ആകട്ടെ, യഥാർത്ഥ ഫലം എന്തോ ആകട്ടെ, പക്ഷേ ഈ തെരഞ്ഞെടുപ്പ് സത്യസന്ധമായി നമ്മൾ വിലയിരുത്തണം. ആവേശം കൊണ്ട് എന്തെങ്കിലും പറഞ്ഞിട്ട് കാര്യമില്ല. ഈ സർക്കാരിനെ പോലെ ഇത്രയും അഴിമതി നടത്തിയ വേറെ സർക്കാർ കേരളം നാളിതുവരെ ഭരിച്ചിട്ടില്ല. അതിലേതെങ്കിലും ഫലപ്രദമായി ഈ തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ ജനങ്ങളുടെ മുമ്പാകെ അവതരിപ്പിക്കാൻ കഴിയാത്ത പ്രതിപക്ഷമാണ് ഇവരുടേത്. അവതരിപ്പിക്കാൻ ശ്രമിച്ച BJP വേദികളിൽ അതിലുള്ള വാക്കുകളെ എടുത്ത് ശരിക്കും അജണ്ട തിരിച്ചുവിടാൻ മുഖ്യമന്ത്രി ഭംഗിയായി ശ്രമിച്ചു. ഈ പ്രതിപക്ഷം അതിൽ ചെന്ന് വീണു. പറഞ്ഞ് നിർത്തിയെടുത്ത് നമുക്ക് ഇടവേള കഴിഞ്ഞുള്ള ചർച്ച തുടങ്ങാം. പ്രതിപക്ഷ നേതാവിന്റെ പ്രസംഗം നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ആരുടെ? ഈ തെരഞ്ഞെടുപ്പുമായി പ്രസംഗിപ്പിച്ചിട്ട് വേണ്ടേ? അല്ല, ആരെ? പ്രതിപക്ഷ നേതാവിനെ. അതുകൊണ്ട് നരേന്ദ്രമോദി അടക്കം കേന്ദ്ര നേതാക്കന്മാർ വന്ന് ഈ സർക്കാരിന്റെ അഴിമതിക്കെതിരെ പ്രസംഗിച്ചപ്പോൾ നിങ്ങൾ അതെല്ലാം വിട്ടു. അദ്ദേഹം 1 മണിക്കൂർ പ്രസംഗിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ ഒരു വാക്കെടുത്ത് അതിനെപ്പറ്റി ചർച്ച. മുഖ്യമന്ത്രിക്ക് അത് ആവശ്യമായിരുന്നു. അവരുടെ അഴിമതി ജനശ്രദ്ധ തിരിച്ചുവിടാൻ വേണ്ടി അത്തരം വാദഗതികൾ അവർക്ക് ആവശ്യമായിരുന്നു. ഇടവേളയിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു സൂചനയുള്ളത് ഇതാണ്. നമുക്ക് അടുത്ത ഇടവേള കഴിഞ്ഞുള്ള ചർച്ച എങ്ങനെയായിരിക്കും എന്നുള്ളത്. ഇവിടെ മാധ്യമങ്ങളും പ്രതിപക്ഷവും ഒക്കെ ഈ സർക്കാരിൻ്റെ പ്രവർത്തനങ്ങളെ കുറിച്ചുള്ള വിലയിരുത്തലുകൾ നടത്തി തെരഞ്ഞെടുപ്പിൻ്റെ പ്രചരണ കാലഘട്ടത്തിൽ ജനങ്ങൾ ഇത് ഏറ്റെടുത്തിട്ടുണ്ടായിരുന്നു. ജനങ്ങൾ ഇതിൽ ഏതാണ് കൊണ്ടത്, ഏതാണ് തള്ളിയത്? ശ്രീ MS കുമാർ പറഞ്ഞതുപോലെ ഇടതുപക്ഷം നേരെ പ്രചരണം നടത്തിയത് കൊണ്ടല്ല അവർക്ക് ഈ സീറ്റുകൾ എക്സിറ്റ് പോളിൽ പറയുന്നത് പോലെയുള്ള ഫലം ഉണ്ടാകുന്നുണ്ടെങ്കിൽ കിട്ടുന്നത്. അവരുടെ പ്രചരണം കൂടി ജനങ്ങൾ ഏറ്റെടുത്താണ് ഇടതുപക്ഷത്തിന് വോട്ട് ചെയ്തതെന്നാണോ അദ്ദേഹം പറഞ്ഞത്? അതോ അവരുടെ പ്രചരണത്തെയും തള്ളി എന്നാണോ അദ്ദേഹം ഉദ്ദേശിച്ചത്? ആ ചർച്ചയിലേക്ക് കൂടി തിരിച്ചെത്താം. ഇഞ്ചോടിഞ്ച് പോരാട്ടം നടന്നു എന്ന തോന്നൽ, ത്രികോണ മത്സരങ്ങൾ പല മണ്ഡലങ്ങളിലും കേരളത്തിൽ നടന്നു എന്നുള്ള ഒരു പ്രതീതി, അതിൻ്റെ ഫലമായി ഇപ്പോഴും പോളിംഗ് കഴിഞ്ഞതിന് ശേഷവും രാഷ്ട്രീയ പാർട്ടികൾ
അവകാശവാദങ്ങളിൽ നിന്ന് പിന്നോട്ട് പോകാൻ തയ്യാറാകുന്നില്ല. അവർ തെരഞ്ഞെടുപ്പിന് മുൻപ് എന്തായിരുന്നോ പറഞ്ഞുകൊണ്ടിരുന്നത് അതിനേക്കാൾ ഒരു പടി മുന്നിലേക്കാണ് ഇപ്പോഴും അവരുടെ അവകാശവാദങ്ങൾ. ഇതിന് യാഥാർത്ഥ്യവുമായി ഏത് രീതിയിലാണ് വിശകലനം ചെയ്തത് നമുക്ക് എത്തിച്ചേരാൻ സാധിക്കുക. ഇപ്പോൾ ചില തെരഞ്ഞെടുപ്പ് ഫലങ്ങൾ കൂടി നമുക്ക് തെരഞ്ഞെടുപ്പിൻ്റെ സർവേ ഫലങ്ങൾ, എക്സിറ്റ് പോൾ ഫലങ്ങൾ ഇപ്പോൾ ചിലത് കൂടി നമുക്ക് വരേണ്ടതുണ്ട്. അതിലേക്ക് വരുന്നതിന് മുമ്പ് ഈ ഇടവേളയ്ക്ക് മുമ്പ് നമ്മൾ പറഞ്ഞു നിർത്തിയിടത്ത് ഒരു സൂചന നമുക്ക് പറയാനുണ്ട്. എന്താണ് ശ്രീ പ്രകാശ് ബാബു ഇപ്പോൾ ശ്രീ MS കുമാർ പറഞ്ഞതുപോലെ പ്രതിപക്ഷം പറഞ്ഞതല്ല ജനങ്ങൾ കേട്ടത്, പിന്നെ എന്താണ് ജനങ്ങൾ കേട്ടത്? പ്രതിപക്ഷം പറഞ്ഞത് തന്നെയാണ് ജനങ്ങൾ കേട്ടത്. പക്ഷേ ജനങ്ങൾ ചർച്ച ചെയ്യുന്നതിന് വേണ്ടി നമ്മുടെ മാധ്യമങ്ങൾ കൊടുത്തിട്ടുള്ള വാർത്തകളിൽ കൂടുതലും അതായിരുന്നില്ല. യഥാർത്ഥത്തിൽ പ്രതിപക്ഷം ക്യാമ്പയിൻ ചെയ്ത ഗവൺമെൻറ്റിനെതിരായിട്ടുള്ള അഴിമതി ആരോപണങ്ങൾ ഉൾപ്പെടെ ജനവിരുദ്ധമായ ഗവൺമെൻറ് എടുത്ത നിലപാടുകൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇടതുപക്ഷം അതിൻ്റെ എല്ലാ ക്യാമ്പയിനുകളിൽ നന്നായിട്ട് വിശദീകരിച്ച സന്ദർഭത്തിൽ അത് പറയാതെ മറ്റു ചില കാര്യങ്ങളിലേക്ക് നമ്മുടെ മാധ്യമങ്ങൾ പോയതുകൊണ്ടാണ് ഇത് വിസിബിൾ ആയില്ല എന്നൊരു തോന്നലുണ്ടാവുന്നത്. യഥാർത്ഥത്തിൽ പ്രതിപക്ഷത്തിന് അത് നല്ല ബോധ്യമുണ്ട്. പ്രതിപക്ഷം അത് വിസിബിളായിട്ട് തന്നെ പറയുകയും ചെയ്തു, ജനങ്ങൾ അത് കേൾക്കുകയും ചെയ്തു. പക്ഷേ അതിന് വിസിബിലിറ്റി കിട്ടിയില്ല എന്ന് ആർക്കെങ്കിലും തോന്നുന്നെങ്കിൽ അത് മാധ്യമങ്ങൾ ആ നിലയിലേക്ക് കൊണ്ടുവരാത്തതുകൊണ്ട് മാത്രമാണ്. എങ്കിലും ജനങ്ങൾ ഇടതുപക്ഷത്തിൻ്റെ ആ പ്രചരണം കേട്ടു. അതിനോടൊപ്പം ഒരു കാര്യം കൂടെ പറയാനുണ്ട്. ഗവൺമെൻറ്റിനെതിരായിട്ടുള്ള ആ വികാരത്തോടൊപ്പം ഇടതുപക്ഷ മുന്നണിയുടെ ഗവൺമെൻറ് വന്നാൽ ഈ കേരളത്തിലെ ജനങ്ങൾക്ക് എന്തു ചെയ്യും എന്നതിനെ സംബന്ധിച്ച് മുൻ ഗവൺമെൻറ്റുമായിട്ടുള്ള ഒരു താരതമ്യ പഠനം കൂടി ഇടതുപക്ഷം നടത്തിയിരുന്നു. പ്രകടന പത്രികയിലെ ആ വാഗ്ദാനങ്ങളും നല്ലതുപോലെ ജനങ്ങൾ ചർച്ച ചെയ്തിട്ടുണ്ട്. ശ്രീ മുരുകൻ, മാധ്യമങ്ങളുടെ കാര്യം ആയതുകൊണ്ടാണ് ഇപ്പോൾ ഇതിനകത്ത് മാധ്യമങ്ങൾ പല കാര്യങ്ങളും മുൻപേ കൊണ്ടുവരാൻ ശ്രമിക്കുന്നവരാണ്. അവർ വാർത്തകൾ കൂടുതൽ പെട്ടെന്ന് ജനങ്ങളിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്നു. അതിനകത്തൊരു മത്സരം ഉണ്ടാകുന്നത് മനസ്സിലാക്കാം. പക്ഷേ തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ ചർച്ചകളുടെ ഒരു അജണ്ട സെറ്റ് ചെയ്യുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോയിട്ടുണ്ടെങ്കിൽ അവിടെ ചില മാധ്യമങ്ങളെങ്കിലും ചിലപ്പോഴെങ്കിലും പറയുന്നത് നമ്മൾ തന്നെ കേട്ടിട്ടുണ്ട്, അങ്ങും ശ്രദ്ധിച്ചിട്ടുണ്ടാകും. ഇത് പ്രതിപക്ഷമല്ലല്ലോ കൊണ്ടുവന്നത്, ഇത് മാധ്യമങ്ങളല്ലേ. പ്രതിപക്ഷത്തോടൊപ്പം ജനങ്ങളുടെ മനസ്സിലേക്ക് മാധ്യമങ്ങൾ മത്സരിക്കുന്നത് പോലെ അത് ഇവിടെ സംഭവിച്ചിട്ടുണ്ടോ? നേരത്തെ ശ്രീ ഉണ്ണികൃഷ്ണൻ പറഞ്ഞതുപോലെ വാസ്തവമാണ്. കാരണം ട്രഡീഷണൽ മീഡിയ ഇത്തവണ കാര്യമായിട്ട് ഇത്രയും വിഷയങ്ങൾ കൊണ്ടുവന്നിരുന്നില്ല. അതേസമയത്ത് ബദൽ മാധ്യമങ്ങൾ എന്ന് പറഞ്ഞാൽ നവമാധ്യമങ്ങൾ, സോഷ്യൽ മീഡിയ, ഇതെല്ലാം വളരെ സജീവമായിട്ട് അത് ഈ ഇലക്ഷൻ ആക്സിസ് മൈ ഇന്ത്യയുടെ മലബാർ റീജിയന്റെ എക്സിറ്റ് പോൾ ഫലം 21 മുതൽ 28 UDF-ന്, 31 മുതൽ 39 വരെ LDF-ന്, BJP 0 മുതൽ 2. ആക്സിസ് മൈ ഇന്ത്യ സർവേ നമുക്ക് മലബാർ റീജിയന്റെ ഒരു സൂചനയാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്നത്. ഞാൻ ശ്രീ മുരുകൻ പറഞ്ഞ ആ വിഷയത്തിലേക്ക് വരുന്നതിന് മുമ്പ് മലബാർ ഇങ്ങനെയാണെങ്കിൽ LDF പ്രതീക്ഷിച്ചതുപോലെയാണോ ശ്രീ പ്രകാശ് ബാബു? നിശ്ചയമായിട്ടും 31 മുതൽ 39 വരെ 31 മുതൽ 39 വരെ മലബാർ റീജിയൻ. അത് പഴയ തിരുക്കൊച്ചി മേഖലയിലേക്ക് വരുമ്പോൾ അതിന്റെ കുറച്ചുകൂടി ഉയർന്ന നിലവാരത്തിലേക്ക് വരാം. എന്തായാലും മലബാർ ഇങ്ങനെയാണെന്ന് പറയുമ്പോൾ ശ്രീ SRS ശരിയായ സൂചനയാണത്. മലബാറിലെ ഇപ്പോഴത്തെ ഈ കണക്ക് നേരത്തെ ഉള്ളതിനകത്ത് നിന്ന് വലിയ കുറവ് LDF-ന് ഉണ്ടാകാൻ പോകുന്നില്ല എന്നുള്ളത് തന്നെയായിരുന്നു വിലയിരുത്തൽ. അത് കൂടുതൽ 1-2 സീറ്റുകൾ കൂടി വരും. ഇതിപ്പോൾ അത് മുഴുവൻ കറക്റ്റാണ് എന്ന് പറയാൻ ഞാൻ ബാധ്യസ്ഥനുമല്ല, എനിക്കതിനോട് യോജിപ്പുമില്ല. പക്ഷേ അതിനേക്കാൾ കൂടുതൽ സീറ്റ് മലബാറിൽ വന്നേക്കും എന്ന് തന്നെയാണ് എൻ്റെ. മലബാറിൽ ഇപ്പം തന്നെ LDF-നല്ലേ മുൻതൂക്കം? മലബാറിൽ LDF-നാണ് മുൻതൂക്കം. മുൻതൂക്കം LDF-നാണ്. പക്ഷെ 39 101 എത്തണമെങ്കിൽ മലബാറിൽ ഇത്രയും കിട്ടിയാൽ പോരല്ലോ. മലബാറിൽ എത്ര കിട്ടണം? ഇതെങ്ങനെ 30? കണ്ണൂരും കാസർഗോഡും കോഴിക്കോടും രണ്ടും കൂടി ഒരു പൊരുത്തം വരുന്നില്ല. 101 കിട്ടും എന്ന് പറഞ്ഞത് ഇന്ത്യ ടുഡേയുടെ സർവേ, ഇത് ആക്സിസിന്റെ സർവേ. അവരുടെ ഹൈലൈറ്റ്സ് വന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. ഒരു സർവേയിൽ പറഞ്ഞതിന്റെ ബ്രേക്കപ്പ് വേറൊരു സർവേയിൽ നോക്കിയിട്ട് കാര്യമില്ല. നമ്മള് ഇത് രണ്ട് സർവേ ആണ്. 88 മുതൽ 101 വരെ ആക്സിസ് മൈ ഇന്ത്യയും പ്രവചിച്ചിട്ടുണ്ട്. ആ കാര്യം ഇപ്പോൾ വന്നിട്ടുണ്ട്. പക്ഷേ കേരളത്തിൽ വന്നില്ല. അതെ, അത് വന്നിട്ടില്ല. എന്തായാലും ഇതിനകത്ത് ശ്രീ സലീം 21 മുതൽ 30, 21 മുതൽ 28 അതാണ് UDF-ന് പറയുന്നത്. നേരത്തെ എനിക്ക് തോന്നുന്നു ഈ സർവേയുടെ ഫലത്തിലാണെന്ന് തോന്നുന്നു മുസ്ലിം ലീഗിന് 18 സീറ്റ് വരെ പറയുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടു. അങ്ങനെയാണെങ്കിൽ ഇനി ഈ സർവേയിൽ പറഞ്ഞത് അല്ലെങ്കിൽ കൂടി നമുക്കൊരു സൂചനയായിട്ട് എടുത്താൽ മുസ്ലിം ലീഗാണ് മലബാറിൽ കൂടുതൽ സീറ്റ് മുൻകാലങ്ങളിലും UDF-ന് ഉണ്ടാക്കിയത്.
മുസ്ലിം ലീഗിന് 18 സീറ്റ് കിട്ടും എന്നാണ്. അങ്ങനെയാണെങ്കിൽ ഈ 21 മുതൽ 28-നകത്ത് വരുന്ന ബാക്കിയാണ് 10 സീറ്റിനകത്താണ് കോൺഗ്രസിന് വരിക. അല്ല, അതിൽ ഈ മലപ്പുറം കോഴിക്കോട് ജില്ലകളിൽ മത്സരിക്കുന്ന കൂടുതൽ ലീഗിന്റെ സ്ഥാനാർത്ഥികളാണ്. കണ്ണൂരിൽ പോലും ഈ ലീഗ് മത്സരിക്കുന്നുണ്ട്. അപ്പം ഈ മലപ്പുറം കോഴിക്കോട് ജില്ലകളിൽ സ്വാഭാവികമായും ലീഗിനൊരു അപ്പർ ഹാൻഡ് ഉണ്ടാവും. കണ്ണൂരുണ്ട്, പാലക്കാടുണ്ട്, വയനാടുണ്ട്. വയനാട് സീറ്റ് 3 ഉള്ളൂ. കണ്ണൂരും കാസർഗോഡും വരുമ്പോൾ സ്വാഭാവികമായിട്ടും കണ്ണൂര് LDF-ന് അപ്പർ ഹാൻഡ് ഉണ്ടാവും. കഴിഞ്ഞ UDF ഭരിക്കുമ്പോഴും 5 സീറ്റാണ് കണ്ണൂരിൽ പറഞ്ഞിരുന്നത്. നേരത്തെ ഒരു പ്രീവിയസ് സർവേയിൽ പറഞ്ഞിരുന്നത് കണ്ണൂർ പേരാവൂര് ടൈറ്റ് ഫൈറ്റ് ആണ്, അവിടെ കണ്ണൂർ സതീശൻ ബാച്ചേരി തോക്കും എന്ന രീതിയിൽ വരെയാണ് ഈ സർവേ ഫലങ്ങൾ വന്നത്. ഈ സർവേയിൽ കോൺസ്റ്റിറ്റ്യുവൻസി വൈസ് ആണുള്ളത് വന്നിട്ടില്ല. പക്ഷേ ഞങ്ങൾക്ക് പറയാനുള്ള കാര്യം, കേരളം പോലെ ഒരു സംസ്ഥാനത്ത് മറ്റ് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങൾ പോലെ ഒരു സർവേക്ക് എന്താണെങ്കിലും എന്തായാലും നമ്മൾ സർവേ ഫലങ്ങൾ എടുത്ത് ചർച്ച ചെയ്യാൻ തീരുമാനിച്ച സ്ഥിതിക്ക് ഇത് ഇങ്ങനെ കൊള്ളില്ല എന്ന് പറഞ്ഞ് നമുക്ക് ഇനി മുന്നോട്ട് പോയിട്ട് കാര്യമില്ല. കൊള്ളില്ല എന്ന് ഞാൻ പറഞ്ഞില്ല. അത് മുഴുവൻ ഞാൻ ശ്രീ സലീമിനോട് ആ കാര്യത്തിൽ യോജിക്കുകയാണ്. നമ്മൾ ഈ സർവേയെ ബേസ് ചെയ്തുകൊണ്ട് നമ്മൾ എന്തോ റിസൾട്ട് വന്നു എന്നുള്ള രീതിയിൽ ചർച്ച കൊണ്ടുപോയിട്ട് കാര്യമില്ല. ഒരു ഇൻഡിക്കേഷൻ മാത്രമാണ്. അതിന്റെ റാൻഡം സാമ്പിളിങ്, അതിന്റെ എങ്ങനെ അത് ക്വാളിഫൈ ചെയ്യുന്നു, ഇത്രയും ചെറിയ ഒരു ടൈം ഫ്രെയിമിനുള്ളിൽ എന്നൊക്കെ ഉള്ളത് ചോദ്യങ്ങളാണ്. പക്ഷേ ഒരു കാര്യമുണ്ട്, നമുക്ക് വ്യക്തമായിട്ട് ഒരു സംഗതി പറയാൻ പറ്റും. മലബാർ മേഖലയിൽ വ്യക്തമായ ഇടതുപക്ഷ മുന്നേറ്റം ഈ പ്രാവശ്യം ഉണ്ടാവും, തീർച്ചയായിട്ടും ഉണ്ടാവും എന്നുള്ളതിന് ഒരു സംശയവും വേണ്ട. കാരണം നേരത്തെ പറഞ്ഞ ആ ഒരു എഫക്ട് കൂടിയാണ്. തീർച്ചയായും. അതിന് കാരണം എന്താ പറഞ്ഞേ? അതിന് കാരണം ഈ ഉണ്ണികൃഷ്ണൻ ആദ്യം സൂചിപ്പിച്ച പോലെ ഇവിടെ ദൃശ്യമാവാതിരുന്ന ആന്റി ഇൻകംബൻസി ഫാക്ടർ ഒന്നും അല്ല. മലബാർ മേഖല ഞാൻ താങ്കൾ വരുന്നതിന് മുമ്പ് ഒരു സംഗതി പറഞ്ഞിരുന്നു. അതായത് ഈ പറഞ്ഞ RSS-ന്റെ എഫക്ട് കാരണം ഉണ്ടാകുന്ന ന്യൂനപക്ഷ കൺസോൾട്ടേഷൻ. ഞാൻ അതിനാ പറഞ്ഞത്, അത് കൃത്യമായി CPM മാർക്കറ്റ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. അത് മാർക്കറ്റ് എന്നുള്ള വാക്കാണോ പറയേണ്ടതെന്ന് എനിക്കറിയാം. മാർക്കറ്റ് ആർക്കും പറ്റിയിട്ടില്ല. നിങ്ങളൊരു പുതിയ കാര്യം പോലെ പറയണത് ഇപ്പോഴും തന്നെ നിലവിലുള്ള നിയമസഭയിലും എക്സിറ്റ് പോളിന്റെ പ്രവചനങ്ങൾ LDF ഇവിടെ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. ഒരു സംശയം തോന്നുന്നത്, ഇവിടെ LDF UDF-ഉം തമ്മിൽ ഒരു അഭിഹിത ബന്ധം ബംഗാൾ പോലെ ഇല്ലേ എന്നൊരു സംശയം. കാര്യം ഇവരുടെ പൊതു ലക്ഷ്യം എന്ന് പറയുന്നത് BJP-യെ തകർക്കുക എന്നുള്ളതാണ്. BJP വരാൻ പാടില്ല. അപ്പോൾ നേരത്തെ പറഞ്ഞ് LDF വരികയാണെങ്കിൽ അത് ഇവർ തമ്മിലുള്ള അഭിഹിത ബന്ധമായിരിക്കും, UDF വരികയാണെങ്കിൽ അവർ തമ്മിലുള്ള അഭിഹിത ബന്ധമായിരുന്നു. നേരത്തെ ഒരു മുൻകൂർ ജാമ്യം എടുത്തിട്ടുണ്ട്. മറ്റേ സിനിമ പറഞ്ഞാൽ അവിടുത്തെ പിടി ഇപ്പോഴും വിട്ടിട്ടില്ല. ശ്രീ കൊല്ലം തുളസി നമ്മൾ ഒരിടത്ത് പിടിച്ചാൽ അവിടെ പിടിക്കത്തുള്ളൂ. അവിടെ തന്നെ നിൽക്കുകയാണ്. ഈ LDF-ഉം UDF-ഉം തമ്മിൽ ഇവിടെ ഉണ്ടോന്നൊരു സംശയം. സലിം ഒരു കാര്യം, നമ്മൾ പ്രധാനപ്പെട്ട ഒരു കാര്യത്തെ നമ്മൾ LDF BJP-യുടെ റോളാണല്ലോ. LDF ആണോ UDF ആണോ വിജയിക്കുന്നത്, അതിൽ BJP-യുടെ റോളാണ്. ഇവിടെ ആര് അധികാരത്തിലേറിയാലും അതിൻ്റെ കാരണക്കാർ BJP NDA ആയിരിക്കും, ഒരു സംശയം വേണ്ട. കാരണം ആരുടെ വോട്ടാണ് പിടിച്ചത് മനസ്സിലാവാത്തത്. അതെ, അത് പറയാം. എങ്ങനെയാണെന്ന് വെച്ചാൽ തെക്കൻ പ്രദേശത്ത്, തിരുവനന്തപുരം ഉൾപ്പെടെയുള്ള പ്രദേശത്ത് UDF-ന് ഉണ്ടാകുന്ന പരാജയം. അല്ല, നമുക്ക് തെക്കൻ അവിടെ നിൽക്കട്ടെ, അത് വരാം. പക്ഷേ ഇപ്പം മലബാർ പറഞ്ഞല്ലോ, അവിടെ എങ്ങനെയാണ് ഈ എഫക്ട്? മലബാർ പ്രദേശത്ത് UDF BJP-ക്ക് സീറ്റ് കിട്ടുന്ന 2-3 പ്രദേശങ്ങളേ ഉള്ളൂ. ആ BJP-യുടെ സീറ്റ് കിട്ടും. മാത്രമല്ല 2 സീറ്റേ ഉള്ളൂ. ഞാൻ പറഞ്ഞ അതുപോലുള്ള പ്രദേശത്ത് കൂടുതൽ വോട്ട് പിടിക്കാം. പക്ഷേ അവിടെ BJDS ശക്തമല്ല. BJDS ശക്തമല്ലാത്തതുകൊണ്ടാണ് CPM-ന് ആ ക്ഷീണം ഉണ്ടാകാത്തത്. പക്ഷേ BJDS ശക്തമാകുന്ന സ്ഥലത്ത് ഒരു 60% LDF-ന്റെയും CPM-ന്റെയും 40% കോൺഗ്രസിന്റെയും വോട്ടാണ് BJDS. BJDS അല്ല, BDJS എന്ന് പറയുന്ന പാർട്ടി ശക്തമായാൽ അവിടെ കുറച്ച് വോട്ട്, എത്ര വോട്ട് വരെ പോകും ഒരു മണ്ഡലത്തിൽ? അല്ല, അതിന്റെ കാര്യം എത്ര വോട്ട് പിടിക്കുന്നു അതിൽ LDF-ന്റെ എത്ര വോട്ട് വരെ പറയാം അങ്ങയുടെ കാഴ്ചപ്പാട്? ഞാൻ പറയാം. വെള്ളാപ്പള്ളിയുടെ പാർട്ടിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം അതിന്റെ റാങ്ക് ആൻഡ് ഫയൽ കംപ്ലീറ്റ് കോൺഗ്രസ് ആണ്, അണികൾ CPM ആണ്. ആ അണികളുടെ വോട്ട് എത്രമാത്രം തിരിച്ചു മാറ്റാൻ പറ്റും? എത്ര വോട്ട് വരെ BDJS-ന് ഈഴവരുടെ LDF വോട്ടുകൾ പിടിക്കാൻ സാധിക്കും ഒരു മണ്ഡലത്തിൽ ശരാശരി? നേരെ തിരിച്ചിട്ടായും അജിത് കുമാർ പറഞ്ഞതിന്റെ നേരെ തിരിച്ചിട്ടായത്. നേരെ തിരിച്ചല്ല, ഒരു 70-30 വരും. കൂടുതലും UDF-ന്റെ വോട്ടാണ് പിടിക്കാൻ സാധ്യത. നമ്മൾ മനസ്സിലാക്കേണ്ടത് വേറൊരു കാര്യമുണ്ട്. അതല്ല
അല്ല നിങ്ങൾ പറഞ്ഞതിന്റെ റിവേഴ്സാണ് ഞാൻ അല്ല പറഞ്ഞത്. റിവേഴ്സ് ഏത് ആ കണക്കിലാണ്? സ്കൂളിലെ അതേ കണക്കാണ്. അല്ല അല്ല അപ്പം എന്താ വെച്ചാൽ രണ്ടുപേരും പഠിച്ച മാത്തമാറ്റിക്സ്. അപ്പോൾ ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇതിപ്പോൾ നമ്മൾ റിസൾട്ട് വരുമ്പോൾ മനസ്സിലാവും. ഓരോ സ്ഥലത്തെയും അനാലിസിസ് പ്രത്യേകം എടുക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. BDJSന്റെ വോട്ട് അങ്ങനെ കാര്യമായിട്ടൊന്നും LDF നഷ്ടപ്പെടാൻ സാധ്യതയില്ലെന്നാണ് ഈ ഇൻഡിക്കേഷൻ കാണിക്കുന്നത്. ഇനി അഥവാ നഷ്ടപ്പെട്ടാലും മാത്രമല്ല അതിനോട് കൂട്ടി പറയേണ്ട ഒരു സംഗതി, ഈ BDJS എന്ന് പറയുന്ന രാഷ്ട്രീയ കക്ഷിയുടെ ഇമ്പാക്റ്റിനെ കുറിച്ച് നമുക്ക് ഇപ്പോൾ ഉള്ള ചില ധാരണ ഈ കൗണ്ടിങ് കഴിയുമ്പോൾ അത് മാറും. അതിന്റെ ഇമ്പാക്ട് എത്രത്തോളം ഉണ്ട്, എത്ര ലോക്കലൈസ്ഡ് ആണ്, എത്രത്തോളം അത് സ്പ്രെഡ് ചെയ്തിട്ടുണ്ടെന്നൊക്കെ ഉള്ളത് നമ്മൾ കൗണ്ടിങ് കഴിഞ്ഞിട്ട് പറയാം. ഇപ്പൊ പറയുന്ന NDA എന്ന് പറയുന്ന മുന്നണി തന്നെ ചിഹ്ന ഭിന്നമാകും. ഈ കൂടെ നിൽക്കുന്നവരാരും അവരുടെ കൂടെ ഉണ്ടായില്ല. ഉണ്ണികൃഷ്ണൻ പറഞ്ഞതിൻ്റെ ഒരു അനുബന്ധമായിട്ട് ഞാൻ പറയട്ടെ ഡോക്ടർ, ഈ പറഞ്ഞതുപോലെ അന്യഥാ ഇപ്പം ശ്രീ കുമാറിന്റെ പാർട്ടിക്ക് 1-2 സീറ്റ് കിട്ടിയാൽ അതിന്റെ മുഴുവൻ ക്രെഡിറ്റും BDJSന്റെ നേതാവ് അടിച്ചു മാറ്റിക്കൊണ്ടുപോകും. അല്ല ഇതുപോലെ പറഞ്ഞല്ലോ അദ്ദേഹം, ഇന്ന് പറഞ്ഞു കഴിഞ്ഞല്ലോ. അറിയാമോ, ഇത്രയും കാലം നിങ്ങൾ ഒറ്റയ്ക്ക് നിന്നിട്ട് നടക്കാഞ്ഞത് ഞങ്ങളോട് കൂട്ടുചേർന്ന് 3 മാസത്തിനുള്ളിൽ ഞങ്ങൾ സാധിച്ചു കൊടുത്തു അദ്ദേഹം അജിത്ത് ഇന്ന് പറഞ്ഞു കഴിഞ്ഞു. കുടമുള്ളത് കൊണ്ടാണ് താമര വിരിയുന്നത് എന്ന് അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞു. വേറൊരു കാര്യമുണ്ട്, ഇലക്ഷനിൽ എന്ത് റിസൾട്ട് ഉണ്ടായാലും ഈ മുന്നണി നാമാവശേഷമാകും എന്നുള്ളതിന് ഒരു സംശയവുമില്ല. BDJS BJP ബാന്ധവം തീരുമെന്നുള്ളതിന് ഒരു സംശയവും. ശ്രീ അജിത് കുമാർ, വളരെ രസകരമായ ഒരു കാര്യം ഇപ്പൊ ഇതിനിടയിൽ കൂടെ വരുന്നത്, നേരത്തെ പറഞ്ഞ 1500-2000 വോട്ടിനി അഥവാ LDFന്റേത് ചില മണ്ഡലങ്ങളിൽ നിന്ന് BDJS അടിച്ചുമാറ്റി BJPക്ക് കൊടുത്താൽ ഈ ആന്റി ഇൻകംബൻസി അവിടെ കിടപ്പുണ്ടല്ലോ. ആന്റി ഇൻകംബൻസി മാത്രമല്ല, അത് മാത്രം നമ്മൾ ആന്റി ഇൻകംബൻസി വെച്ച് മാത്രം കിടക്കണ്ട. ഏറ്റവും പ്രധാനം ഇവിടെ ചർച്ച ചെയ്യപ്പെട്ട പ്രശ്നം അഴിമതിയാണ്. ഈ ചെറുപ്പക്കാരെ ഇപ്പം നമ്മൾ നോക്കുമ്പോൾ 18 വയസ്സുള്ള പെൺകുട്ടികളും ആൺകുട്ടികളും നിരന്നീക്കുക ഈ അഴിമതി. അതുപോലെ തന്നെ സ്ത്രീകളുടെ സംരക്ഷണം ഈ ഗവൺമെൻറ് പരാജയപ്പെട്ടത്. സരിത മുതൽ ജിഷ വരെയുണ്ട്. അത് ഏത് തരത്തിലാണെന്നുള്ള. മറ്റൊന്ന് ഈ കച്ചവടം എന്ന് പറഞ്ഞാൽ മണ്ണ് കച്ചവടം, പ്രകൃതി കച്ചവടം, വെള്ളക്കച്ചവടം, അങ്ങനെ മൊത്തം കച്ചവടം. ഈ 3 ഫാക്ടേഴ്സ് നമ്മൾ കുറച്ച് കാണണ്ട. ഇത് ഇടതുപക്ഷത്തിന് ഗുണം ചെയ്യും. ഇത് തന്നെയാണ് ഇടതുപക്ഷ വിജയ കാരണം. അല്ലാതെ ഞാൻ പറഞ്ഞത് 2 കാര്യമുണ്ട്. ഒന്ന്, ഈ പ്രശ്നങ്ങൾ ജനങ്ങളുടെ മുമ്പിൽ, എലൈറ്റ് ഓഡിയൻസിന് മുമ്പിൽ അല്ല ജനങ്ങളുടെ മുമ്പിൽ അത് വളരെ ശക്തമായി പ്രതിഫലിപ്പിക്കാൻ കഴിഞ്ഞു എന്ന് മാത്രമല്ല അവർ വിശ്വസിച്ചു. അല്ല ഇവിടെ പ്രചരണം കൊണ്ടല്ല. അതെങ്ങനെ കഴിഞ്ഞു? നമുക്ക് രണ്ടാം ഘട്ടത്തിലേക്ക് ആ മധ്യമേഖലയിലെ റിസൾട്ട് വന്നിട്ടുണ്ട്. സർവേയുടെ UDF 15 മുതൽ 16, LDF 33 മുതൽ 40 വരെ, BJP 0, മറ്റുള്ളവർ 1. ഇതാണ് മധ്യമേഖല. ഇത് നേരത്തെ പറഞ്ഞ വടക്കൻ മേഖല എന്ന് പറയുന്നത് കാസർഗോഡ് മുതൽ പാലക്കാടിന്റെ പകുതി വരെ. ഇപ്പൊ പാലക്കാടിന്റെ പകുതിയിൽ തുടങ്ങി കോട്ടയം മുഴുവനായി വരും എന്നാണ് ഇപ്പൊ മനസ്സിലാവുന്നത്. പ്രഥമ ദൃഷ്ടിയ അത്ഭുതപ്പെടുത്തുന്ന. ഇതാണെങ്കിൽ ഒരു കാര്യമുണ്ട്, ഇതാണ് മധ്യമേഖല, ഇതാണ് 100-നകം അപ്പുറം LDF പോകുന്ന കാര്യത്തിൽ യാതൊരു സംശയം. നിങ്ങളിപ്പോ ഈ സർവേ പറ്റി ചർച്ച ചെയ്യേണ്ട, അതെങ്ങനെ പോട്ടെ, ഇത് എന്ത് സർവേ? എവിടെയാണ് നിരാശ വന്നത്? മൊത്തം നിരാശ. ഇത് ഒന്നാമത്തെ കാര്യം നമ്മള് പ്രാക്ടിക്കലായിട്ട് കാര്യം ആലോചിക്കുമ്പോൾ വൈകുന്നേരം 6 മണിക്ക് കഴിഞ്ഞ പോളിംഗിന്റെ 7 മണിക്ക് ആ സർവേ വരണമെങ്കിൽ 11-12 മണിക്ക് വോട്ട് ചെയ്തവർ എന്നുള്ള ഇൻഫർമേഷൻ രാവിലെ 7 മണി മുതൽ വൈകിട്ട് 6 മണി വരെയും സർവേ ചെയ്യും. അതാണ് അതിന്റെ ശാസ്ത്രീയത എനിക്കറിയാം. അതുകൊണ്ട് ഞാൻ അതിനെക്കുറിച്ച് പറയുന്നത് പലപ്പോഴും ശരിയായിട്ടുണ്ട്. ശ്രീ MS കുമാറിന്റെ നരേന്ദ്രമോദിയുടെ പാർട്ടി BJP 300 സീറ്റിന് അടുപ്പിച്ച് നേടി അധികാരത്തിൽ വരുമെന്ന് പറഞ്ഞു. ശരിയായി. ചാണക്യ ഒരു കാര്യം പറയട്ടെ, ഈ മധ്യ കേരളത്തിലെ ഈ ഫിഗേഴ്സ് ഇത് കുറച്ച് ഇല്ലോജിക്കലാണ് എന്നുള്ളത് സത്യമാണ്. അത് കുറച്ച് എക്സാജറേറ്റഡ് ആണ്. ഒരു അണ്ടർ കറന്റ് ഉണ്ടെങ്കിൽ ഇങ്ങനെ ആയിക്കൂടെ? അണ്ടർ കറന്റ് ഒന്നും പോരാ. ആഞ്ഞടിക്കുന്ന തിരമാല വരണം. ഇങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും? ഇങ്ങനെയാണെങ്കിൽ ഇതിന്റെ സൂചന ഞാൻ 2 കാര്യങ്ങൾ പറയാം. ഇതെങ്ങനെയാണ് ഈ സൂചന ശരിയാകണമെങ്കിൽ? ഒന്ന്, ഈ BDJSന്റെ ഒരു എഫക്ട് അവിടെ ഉണ്ട്. ഈ മേഖല BDJS എഫക്ട് ഉള്ള ഒരു മേഖലയാണ്. അത് കാണുന്നില്ലല്ലോ. അവിടെ ഈ ക്രിസ്ത്യൻ ന്യൂനപക്ഷ വിഭാഗം ഏത് രീതിയിൽ കൈകാര്യം ചെയ്തു? ഒന്ന്. രണ്ടാമത്തത്, ഇന്നിപ്പോ ആൻഡ്രൂസ് താഴത്ത് ഉൾപ്പെടെയുള്ളവർ പറഞ്ഞത് എന്താണ്? UDFന് വോട്ട് ചെയ്യാൻ ഞങ്ങൾ പറഞ്ഞിട്ടില്ല എന്നാണ് പള്ളിയുടെ ഭാഗത്തുനിന്ന് വന്ന ഒരു നിലപാട്. ഇതൊന്ന്.
മറ്റൊന്ന് ആന്റി ഇൻകംബൻസി സ്വാഭാവികമായി വരുന്നത്. ഇതെല്ലാം ക്ലബ് ചെയ്ത് ഒരു വരുമ്പോൾ കാര്യം- ഒരു എഫക്ട് ഉണ്ടാകാൻ സാധ്യത ആർക്ക്? ഈ കാര്യം പറഞ്ഞ ലാല് പറഞ്ഞ ഇത് നമ്മളിപ്പോ ഉണ്ണി പറഞ്ഞ ഞാൻ പറയാം. ഇതും കൂടെ കേട്ടിട്ട് ഇതും കൂടെ തെക്കൻ കേരളം LDF 23 മുതൽ 29, 0 മുതൽ 4 വരെ UDF. UDF 0 മുതൽ 4 വരെ, എത്ര ജില്ല BJP 0 മുതൽ 3 വരെ, എനിക്ക് കാണാൻ പറ്റത്തില്ല, ഞാൻ പൊക്കോട്ടെ. ഓരോ ജില്ലയുടെയും കണക്ക് വരുന്നുണ്ട്. എത്ര ജില്ല ഇത് തെക്കൻ കേരളം? തെക്കൻ കേരളം എന്ന് പറയുമ്പോൾ പത്തനംതിട്ട, ആലപ്പുഴ, കൊല്ലം, തിരുവനന്തപുരം. അല്ല, ഇതിനകത്തൊരു പ്രശ്നമുള്ളത്, ഇത് നമ്മുടെ ഒരു കോമൺ സെൻസിനെ ചോദ്യം ചെയ്യുന്നതാണ് ഈ ഫലങ്ങൾ. പക്ഷേ ഒരു കാര്യം, ഇതാണ് സത്യമെങ്കിൽ, ഇതാണ് സത്യമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. എക്സാജറേറ്റഡ് ആണ്, മാത്രമല്ല നമ്മുടെ കോമൺ സെൻസിനെ ചോദ്യം ചെയ്യുന്നതാണ്. നമ്മൾ ഒരിക്കലും വിശ്വസിക്കുന്നില്ല ഇടുക്കി, കോട്ടയം, പത്തനംതിട്ട ജില്ലകളിൽ LDF മുമ്പിൽ വരുമെന്ന്. അങ്ങനെയാണെങ്കിൽ UDF തകർന്നടിയെന്ന് മാത്രമല്ല LDF 100-ലധികം സീറ്റിൽ പോകും. പക്ഷെ ഒരു കാര്യം ഞാൻ ഓർമ്മിപ്പിക്കട്ടെ, ഇതിനകത്തുള്ള അപ്പർ ലിമിറ്റ് മാത്രമാണ് എല്ലാവരും ശ്രദ്ധിച്ചത്. ലോവർ ലിമിറ്റ് ലോവർ ലിമിറ്റ് 0 ആണല്ലോ. അല്ല, UDF-ന്റെ കാര്യത്തിലേക്ക് അല്ല, UDF-ന് 0 ആകില്ല. LDF-ന്റെ ലോവർ ലിമിറ്റിലേക്ക് വന്നാൽ UDF-ന് അതിൽ അപ്പർ 4 ലിമിറ്റ്. സീറ്റ്. താങ്കൾ വിശ്വസിക്കുന്നുണ്ടോ ഇത്രയും ജില്ലകളിൽ 4 സീറ്റാണ് UDF നേടുന്നത്? അത് എനിക്ക് എന്റെ കോമൺ സെൻസിന് പറ്റുന്നില്ല. ജനങ്ങൾ അങ്ങനെ ചിന്തിച്ചോന്ന് എനിക്കറിയില്ല. ഇത് ജനങ്ങളുടെ ഇടയിൽ പോയി സർവേ നടത്തിയ ആളുകൾ പറയുന്നത്. ജനങ്ങൾ അങ്ങനെ ചിന്തിച്ചാൽ കേരളത്തിൽ ഇടതു തരംഗമാണ്, ഒരു സംശയമില്ല. ജനങ്ങൾ ഇടത് തരംഗമാണെന്നല്ല, കോൺഗ്രസ് വിരുദ്ധ തരംഗമാണ്. സത്യസന്ധമായ ഒരു കാര്യം കുഞ്ഞാലിക്കുട്ടിയോട് പറയുകയുണ്ട്. അവർ പൊതുയടങ്ങി വെച്ചു, അടുത്ത പ്രതിപക്ഷ നേതാവ് നിങ്ങളായിരിക്കും കേരള നിയമസഭ. അവിടെ വെച്ച് നിർത്തിയിട്ട് പോവുകയാണ്. കുമാർ പറഞ്ഞതാണ് ശരി എന്നാണ്. ശ്രീ MS കുമാർ പറഞ്ഞത് ശരിയായി എന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ MS കുമാർ നേരത്തെ പറഞ്ഞു ഇവിടൊക്കെ MS കുമാറിനും കൊല്ലം തുളസിക്കും ആശ്വാസം ഒരു സീറ്റെങ്കിലും ഇവിടെ തിരുവനന്തപുരം ഉണ്ട്. ഓരോ ജില്ലയിലേക്ക് നമ്മൾ പോവാണ്. തിരുവനന്തപുരം UDF 2 സീറ്റ് വരെ. അത് തിരുവനന്തപുരത്ത് മാത്രം 14 സീറ്റ് പറയുന്നത്. LDF 9 മുതൽ 14 വരെ, BJP 0 മുതൽ 3 വരെ. അതാണ് 0 മുതൽ 2 ആയത്. അവിടെ വലിയ പാർട്ടിയോ BJP? തിരുവനന്തപുരം ജില്ല ഒരു പ്രത്യേകതയുള്ള ജില്ലയാണെന്ന് ശ്രീ അജിത് കുമാർ മുതൽ ഇങ്ങനെ ശ്രീ ഉണ്ണികൃഷ്ണൻ വരെ സമ്മതിക്കുന്നതാണ്. തിരുവനന്തപുരത്തെ ജില്ലയിൽ UDF-ന് 2 സീറ്റ് കിട്ടാൻ സാധ്യതയുള്ളൂ. കറക്റ്റ്. ഇത് കോമൺ സെൻസ് ആണെന്ന് പറയുന്നത്. തിരുവനന്തപുരത്ത് അരുവിക്കരയും വർക്കലയും മാത്രമാണ് UDF-ന് കിട്ടാൻ സാധ്യതയുള്ള സീറ്റ്. അരുവിക്കരയും വർക്കലയും. താങ്കൾ നെടുമങ്ങാട്, നെയ്യാറ്റിങ്കര അങ്ങോട്ടുള്ള ഒന്നും ഞാൻ അത് UDF-ന് അക്കൗണ്ടിൽ ഞാൻ കോവളം ഒന്നും ഇല്ല. ശ്രീ J. അജിത് കുമാർ അത് ഏതാണ്ട് സമ്മതിച്ചു. തിരുവനന്തപുരം സെൻട്രൽ കോമൺ സെൻസിൽ നിരക്കുന്നതാണെന്നാണ് ഇപ്പം വരുന്നത്. അല്ല, എന്തായാലും ആ കാര്യത്തിൽ ഇപ്പൊ വലിയ തർക്കം വന്നിട്ടില്ല. തിരുവനന്തപുരം ജില്ലയിൽ ഇങ്ങനെ സംഭവിക്കാമെന്നാണ്. 3 സീറ്റ് വരെ BJP കിട്ടാന്ന് പറഞ്ഞാൽ വിശ്വസിക്കുന്നില്ലേ? 30 സീറ്റ് കിട്ടുമെന്ന് പറഞ്ഞാലും 14 സീറ്റുകൾ തിരുവനന്തപുരത്ത്, പിന്നെ അങ്ങനെ 30 എന്ന് പറഞ്ഞാൽ താങ്കൾ പ്രതീക്ഷിക്കുന്ന 3 സീറ്റാണ് അതിന്റെ അപ്പർ ലിമിറ്റ്. നമുക്ക് 3 തരണമെന്ന് വെച്ചാൽ ഇപ്പൊ കിട്ടുന്നതല്ലോ. അതല്ല ഞാൻ പറഞ്ഞ യുക്തിക്ക് നിരക്കുന്ന വിധത്തിലാവണ്ടേ. ഈ തിരുവനന്തപുരത്ത് 3 സീറ്റ് എന്ന് പറയുന്നത് ഏതായിരിക്കും? നമ്മൾ ഇത്രയും പേര് മെനക്കെട്ട് കൈരളി പോലുള്ള ചാനലിൽ ചർച്ച ചെയ്യുന്നു. എന്തെങ്കിലും ഒരു സത്യസന്ധവും യാഥാർത്ഥ്യവുമായിട്ട് ദേശീയ ചാനലുകൾ വരെ ചർച്ച ചെയ്യുന്ന കാര്യമാണിത്. എല്ലാം കൂടി എടുത്താണ് ചർച്ച ചെയ്യുന്നത്. ഇത് നമ്മളാരും നടത്തിയ സർവേല. കൊല്ലം ജില്ല UDF 0 മുതൽ 1, LDF 10 മുതൽ 11, BJP 0. ഇപ്പൊ തന്നെ ഏതാണ്ട് ഇതുപോലെയാണ്. ചവറയിൽ കടുത്ത മത്സരം. ഇതാണിപ്പോ സർവേ ഫലം സൂചിപ്പിക്കുന്നത്. ഇത് കോമൺ സെൻസ് അല്ലേ? കൊല്ലം, തിരുവനന്തപുരം ജില്ലകളാണ് കേരളം ആര് ഭരിക്കണം എന്ന് കൂടി തീരുമാനിക്കും. കൊല്ലത്ത് ഒരു കാര്യം പ്രകാശ് ബാബുവിന് അറിയാം. തിരുവനന്തപുരത്ത് UDF-ന് 2 സീറ്റേ കിട്ടാൻ സാധ്യതയുള്ളൂ. കൊല്ലത്ത് UDF-ന് 1 കിട്ടത്തില്ല. കിട്ടിയാൽ 1 കിട്ടാനുള്ളൂ. അത് കോവൂർ കുഞ്ഞുമോൻ തോറ്റുപോകും. ബാക്കിയെല്ലാം LDF-ന് കിട്ടും. അതല്ല, നഷ്ടപ്പെടും. കൊല്ലം ജില്ലയിലെ 11 സീറ്റുകളും LDF വിജയിക്കാനാണ് സാധ്യതയെന്നാണ് ഞങ്ങളുടെ ഒരു നിഗമനം. കൊല്ലം ജില്ലയെ കുറിച്ച് കൊല്ലം തുളസി പറയും.
ഈ പറഞ്ഞൊക്കെ തന്നെ ഏകദേശം എന്നാണ് എനിക്കും തോന്നുന്നത്. ഇപ്പൊ തിരുവനന്തപുരം കൊല്ലം ജില്ലയെ കുറിച്ച് ഇപ്പം തർക്കമില്ല. ആർക്കാണ് കോമൺ സെൻസിന്റെ പ്രശ്നം? ഈ ഒരു ഇടവേളയിൽ ഒന്ന് പോകാന്നാണ് ശ്രീ എസ് ആർ. ശരി, ശ്രീ എം എസ് കുമാർ പറഞ്ഞ കാര്യം അങ്ങനെയാണെങ്കിൽ ശരിയാകുകയാണ്. ശ്രീ പ്രകാശ് ബാബു, ശ്രീ എം എസ് കുമാർ നേരത്തെ പറഞ്ഞത് ഈ നിങ്ങളുടെ പ്രചരണം മാത്രമല്ല അവരുടെ പ്രചരണവും കൂടി ഏറ്റു. അങ്ങനെയാണെങ്കിൽ ഇതെല്ലാം ശരിയാവും. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇത്രയും കിട്ടുന്നത്. അനുബന്ധമായിട്ടൊരു കാര്യം കൂടി ഞാൻ പറയാം. ഇതൊരു തെരഞ്ഞെടുപ്പ് വേളയിൽ മാത്രം ഉണ്ടായതല്ല. ഇത് 5 വർഷമായി. അത് LDFന്റെ മിടുക്കല്ല. അങ്ങനെ ആകാൻ ഇപ്പൊ ശ്രമിച്ചാലും മാധ്യമങ്ങൾ, കുറെയൊക്കെ കോടതി, അവരുടെയൊക്കെ ഇടപെടലാണ് ഈ സർക്കാരിന്റെ പല അഴിമതികളും ഉണ്ടാക്കിയതൊന്നുമല്ല. പത്തനംതിട്ട ശ്രീ ഉണ്ണികൃഷ്ണൻ, അത് എന്റെ സ്ഥലമാണ്, പത്തനംതിട്ട നാടാണ്. എന്താണ് ഞാൻ അന്തം വിട്ടിരിക്കുകയാണ്. അവിശ്വസനീയമാണ്. അവിശ്വസനീയമാണ്. അങ്ങനെയാണെങ്കിൽ ശ്രീ അജിത്ത് പറഞ്ഞ പോലെ കേരള രാഷ്ട്രീയ ചിത്രം 19-ന് ശേഷം മറ്റൊന്നായിരിക്കും. അത് കോന്നിയാണോ? അതെന്തായാലും അത് കോന്നിയാണോ? എന്താ അറിയോ? കാരണം ഒരു കാര്യമുണ്ട്. പത്തനംതിട്ട ജില്ലയിൽ ഇതാണ് സ്ഥിതിയെങ്കിൽ കേരളത്തിൽ 100-ലധികം സീറ്റ് LDF നേടും. കേരളം നിങ്ങൾ ടേക്ക് ഓവർ ചെയ്യും LDF. ഒരു സംശയം വേണ്ട. അതാണെങ്കിൽ ആകെ തുകയായിട്ടുള്ള കണക്ക് 140 അല്ല. അവർ LDFന് പറയുന്നത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ 88 മുതൽ 101 റീജിയൻ വൈസ് എടുക്കുമ്പോൾ ചെറിയ വ്യത്യാസങ്ങൾ ഈ സർവേയിൽ വരും. എന്നാൽ ആകെ അവർ അതിന്റെ ഒരു ഇപ്പൊ പത്തനംതിട്ടയിൽ ഈ സർവേ കൊടുത്തിരിക്കുന്നത് ഞാൻ മനസ്സിലാക്കുന്നത് കോന്നിയിൽ അടൂർ പ്രകാശ് വിജയിക്കുന്നതായിരിക്കും. ബാക്കി ആറന്മുള, റാന്നി, തിരുവല്ല, അടൂര് സാധ്യതയില്ലേ? സാധ്യതയുണ്ട്. ആദ്യം ചിന്തിക്കാതെ പറഞ്ഞു പോയതാണ്. അല്ല, സാധ്യത. ഒരു കാര്യം ഇടുക്കി ജില്ലയിൽ ഇപ്പൊ എത്തും. ഇടുക്കി ജില്ലയിലേക്ക് വരുന്നതിന് മുമ്പ് ഒരു കാര്യം പറയട്ടെ. ഈ സർവേ ഫലം ബീഹാറിന്റെ സർവേ ഫലം ശരിയായി പ്രവചിച്ച ടീമിന്റേതാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതെ അതെ അതെ. ഇടുക്കിയുടെ കണ്ടിട്ട് നമുക്ക് ഇവിടെ ഇരിക്കണോ വേണ്ടെന്ന് ആലോചിക്കാം. ഇടുക്കി UDF 2, LDF 3, BJP 0. കൊല്ലം തുളസിക്ക് ഇരിക്കാം. ഫ്രാൻസിസ് ജോർജ് തോൽക്കും എന്നാണ് ഈ സർവേ ഫലം. തൊടുപുഴ പി ജോസഫ് അത് കറക്റ്റാണ്. അതൊരു ലോജിക്കലാണ്. ഏത് ഫ്രാൻസിസ് ജോർജ് തോക്കുന്നുള്ളൂ? അതെ. ബാക്കിയൊക്കെ പി ജോസഫ് ജയിക്കും എന്നുള്ളതും ലോജിക്കലാണ്. അപ്പൊ ഇതെല്ലാം ഏതാണ്ട് ഇതും വീണ്ടും ശരിയായി. ലോജിക്കലാണ്. അല്ല, പീരുമേടോ? പീരുമേട് PS സലീം മത്സരിച്ചില്ല. ശ്രീമതി PS ബിജിമോൾ ജയിക്കും എന്നാണ് ഈ സർവേ ഫലം. ജയിക്കുമല്ലോ. ഈ സർവേ ഫലം അങ്ങനെയാണ്. ബിജിമോൾ ജയിക്കും. ഇവിടെ ഫ്രാൻസിസ് ജോർജ് തോറ്റ് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് കിട്ടുന്ന 2 സീറ്റ് UDFന് കിട്ടുന്ന ചെറിയ കാര്യമല്ല. അല്ല, ചിലപ്പോ ബിജിമോളിന് തോൽവി ഉണ്ടാവുമെന്ന് പറയാൻ പറ്റില്ല. 2 സീറ്റ് ഉണ്ടല്ലോ UDFന്. അല്ല, ഒന്ന് PJ ജോസഫും ഒന്ന് റോഷി അഗസ്റ്റുമാണ് ഉദ്ദേശിച്ചത്. ഇതിനകത്ത് ഞാൻ മനസ്സിലാക്കുന്ന ഒരു കാര്യം, സംശയമുള്ള ഡൗട്ട്ഫുൾ ആയിട്ടുള്ള കണ്ടസ്റ്റിംഗ് സീറ്റ്സ് മുഴുവൻ LDFന് തീരെഴുതിയ ഒരു സർവേ ആണ്. അതായത് UDFന് കൊടുത്തിരിക്കുന്നത് ഒരു കാരണവശാലും കോട്ടയം UDF 6, LDF 2, അത് കറക്റ്റ്. BJP 0. ഒരു സംശയം. പക്ഷേ അവിടെ ഏറ്റുമാനൂർ വിചാരിച്ചു. നമുക്ക് ഏറ്റുമാനൂരിനെ കുറിച്ച് വിവരമുണ്ടോ? ഏറ്റുമാനൂർ LDF തോൽക്കുമെന്നാണ്. LDF തോൽക്കും. BJDSന് സാധ്യതയുണ്ടോ? BJDS അവിടെ വോട്ട് പിടിച്ചു മാറ്റും. ഇല്ല, അവിടെ വൈക്കവും പാലയുമാണ് LDFന്. KM മാണി തോൽക്കും. വൈക്കം നേരത്തെ ഉള്ളതാണ്. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം ശ്രീലാൽ, ഏറ്റുമാനൂരെ കാര്യം നമ്മൾ അങ്ങനെ റൈറ്റ് ഓഫ് ചെയ്യണ്ട. ഏറ്റുമാനൂർ ഒരു മാർജിനൽ ഭൂരിപക്ഷത്തിന് സുരേഷ് കുറുപ്പ് ജയിക്കുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അവിടെ BJDS NDA ലീഡ് ചെയ്തിരിക്കുന്ന തങ്കപ്പൻ എന്ന് പറഞ്ഞ ആള്. അതുകൊണ്ട് തന്നെ ചെറിയ വേറെ ചില വോട്ടുകൾ അധികമായി അത് നായന്മാർ വോട്ട് എത്ര വന്നാലും ഇത്രേ വരുള്ളൂ. നായന്മാരുടെ എത്ര വോട്ട് വന്നാലും ഇത്രേ വരുള്ളൂ. PC ജോർജ് ജയിക്കുന്നതാണ് നേരത്തെ നമ്മൾ കണ്ടത്. ഇവിടെ തന്നെയാ അല്ല, ഇതിനകത്ത് PC ജോർജ് വരേണ്ടത്. കോട്ടയം അത് ലാൽ കോട്ടയത്ത് 9 സീറ്റാണ്. അത് PC ജോർജ് ജയിക്കും. അല്ല, PC ജോർജ് ജയിക്കും തന്നെയാണ് നമ്മൾ വിലയിരുത്തുന്നത്. ഞങ്ങളൊക്കെ വിലയിരുത്തുന്നത്. അല്ലല്ല, PC ജോർജ് ജയിക്കുമെന്ന് തന്നെയാണ്. അതുകൊണ്ടാണല്ലോ VS അച്യുതാനന്ദൻ ഒറ്റ വാക്കിൽ എതിർ സ്ഥാനാർത്ഥിക്ക് വോട്ട് പിടിച്ചിട്ട് ആലപ്പുഴ UDF 2, LDF 7, BJP 0. UDFന് 2 എന്ന് പറയുമ്പം ഹരിപ്പാട്, പിന്നെ ചെങ്ങന്നൂരോ ഇവർ പറയുന്ന കായംകുളം. അപ്പൊ ചെങ്ങന്നൂർ കിട്ടും.
കായംകുളമാണ് ഇവർ പറയുന്നത്. ചെങ്ങന്നൂര് ഇവർ പറയുന്നില്ല. അല്ല, കായംകുളം തോക്കുമെന്നാണ് ഇവർ ശ്രീ പറയുന്നത്. PSL ഏതാ രണ്ടെണ്ണം പെട്ടെന്ന് പറയുക? ആലപ്പുഴയിൽ ഞാൻ രണ്ടെണ്ണം ചോദിച്ചാൽ ഞാൻ പറയാം. ഹരിപ്പാടും കായംകുളവും രണ്ടാണെങ്കിൽ, പക്ഷെ ആലപ്പുഴയിൽ രണ്ടല്ല. അല്ല എന്ന് തന്നെ ആലപ്പുഴയിൽ 4 സീറ്റ് വരെ. സലീമിന്റെ സാധ്യതകൾ കേൾക്കാം. 4 ഏതൊക്കെയാണ്? 4 നമ്മൾ അതിലേക്ക് പോകണ്ട. അത് എന്നെ വീട്ടിലാക്കണ്ട. അത് വേണ്ട. സിനിമയുടെ ക്രൂക്കണ്ട ഉണ്ണി പക്ഷേ എന്തേ പറയണം. ഉണ്ണിക്ക് 2 പ്രശ്നമുണ്ട്. SFI ബാക്ക്ഗ്രൗണ്ട്, 2 സിനിമയുടെ എല്ലാ കള്ളത്തരവും ഞാൻ പറയുന്നില്ല, എല്ലാ സ്മാർട്ട്നെസ്സും ഞാൻ അതൊക്കെ കൊണ്ട് ചർച്ചയെ വഴിമാറ്റി കൊണ്ടുവന്നു. ഇതിനകത്ത് വേറെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ആലപ്പുഴ ജില്ലയിൽ BJPക്ക് 0 എന്നാണ് വെച്ചിരിക്കുന്നത്. അവർ ചെങ്ങന്നൂർ മണ്ഡലം വലിയ പ്രതീക്ഷ അർപ്പിക്കുന്ന ഒരു മണ്ഡലമാണ് പറഞ്ഞോട്ടെ. അല്ല, കുട്ടനാട് BJP അല്ലല്ലോ, അവിടെ BDJSന്റെ കാൻഡിഡേറ്റ് ആണ്. ചെങ്ങന്നൂർ BDJS അല്ലേ കുട്ടനാട്? അങ്ങനെ പ്രത്യേകം പറയുന്നല്ലോ. BJPയുടെ കാര്യം പറഞ്ഞാല് അങ്ങനെയാണെങ്കിൽ ജയിക്കുന്നതാണ് നമ്മുടെ പ്രതീക്ഷ. ചെങ്ങന്നൂർ അപ്പൊ ശ്രീധരൻപിള്ളയുടെ കാര്യം എന്താവും? ചെങ്ങന്നൂരും കുട്ടനാടും ജയസാധ്യതയുള്ള മണ്ഡലങ്ങളാണ് ഞങ്ങളുടെ കണക്ക്. പരാജയപ്പെടുകയാണെങ്കിൽ അതിന്റെ അർത്ഥം എന്താണ്? ജനങ്ങൾ വോട്ട് ചെയ്തില്ല. അല്ല, ഇതിനകത്ത് ഈ പറഞ്ഞ മേഖലയെല്ലാം ശ്രീ PSL ശ്രീ ഉണ്ണികൃഷ്ണൻ, നമുക്ക് ഈ പറഞ്ഞ മേഖലയെല്ലാം BDJS എഫക്റ്റ് ഉള്ളതാണ്. നമ്മൾ നേരത്തെ മധ്യ കേരളത്തിൽ കണ്ടതുപോലെ ഇപ്പോ തെക്കൻ കേരളത്തിൽ ഈ പറഞ്ഞ മേഖലയെല്ലാം BDJS എഫക്റ്റ് ഉള്ളതാണ്. അവിടെ ആ പ്രതിഭാസം എങ്ങനെ വർക്ക് ചെയ്തു എന്നുള്ളതാണ് കാണുന്നത്. എറണാകുളത്തിന്റെ ജില്ലാടിസ്ഥാനത്തിലുള്ള ഫലം ഇങ്ങനെയാണ്. UDF 4 മുതൽ 5 വരെ, LDF 9 മുതൽ 10 വരെ. 3 മന്ത്രിമാർ തോൽക്കും. കെ ബാബു, ഇബ്രാഹിം കുഞ്ഞ്, അനൂപ് ജേക്കബ്, ഈ 3 മന്ത്രിമാരും പരാജയപ്പെടുമെന്നാണ്. ഇങ്ങനെയാണെങ്കിൽ മന്ത്രിയല്ലല്ലോ. അല്ലല്ല, TU കുരുവിള ജയിക്കുമെന്നാണ് ഫലം. ചോദിച്ചു നോക്കൂ. കോതമംഗലം അങ്ങനെയല്ലേ? TU കുരുവിള ജയിക്കുമെന്നാണോ? കോതമംഗലം അതാണ് നേരത്തെ വന്നിരുന്നത്. കോതമംഗലം നോക്കാം. എന്തായാലും എറണാകുളം 4 മുതൽ 5 വരെ UDFന്, 9 മുതൽ 10 വരെ LDFന്, BJPക്ക് ഇല്ല. ഇത് വിശ്വസനീയമാണോ? ഒട്ടും വിശ്വസനീയം. കാരണം എറണാകുളം ജില്ല നമ്മൾ ഏത് മാനദണ്ഡം വെച്ച് നോക്കിയാലും, ബാക്കിയൊക്കെ ഒരു ആർഗ്യുമെന്റ് സേക്കിന് വേണ്ടി നമുക്ക് ഇപ്പം ഭൂമി 2 പിളരുമെന്ന് ചോദിച്ചാൽ പിളരുകയെന്ന് പറയാൻ പറ്റും എന്ന്. പക്ഷെ എറണാകുളം ജില്ല കേരളത്തിൽ നമ്മൾ ഏത് അവിടെ CPMലെ ഇന്റേണൽ ഇഷ്യൂസ് ആണെങ്കിലും ഇപ്പോഴും ആ ഓർമ്മയിലല്ലേ? അല്ല, അതായത് ഈ മദ്യത്തിന്റെ വിഷയമാണ് ദേശീയ എന്നാണ് പറഞ്ഞത്. പട്ടണ പ്രദേശങ്ങളിൽ നിങ്ങൾ തോറ്റതിന്റെ ഒരു കാരണം ഈ മദ്യ നിരോധനം എന്ന് പറഞ്ഞുള്ള ഗിമ്മിക്സ് ഉണ്ടല്ലോ, അതിന്റെ 96ലേക്ക് പോകുന്നതിന് ഒരു മിനിറ്റ് ഇപ്പൊ വേറൊരു സർവേ ഫലം ഇപ്പൊ കിട്ടിയ ഒരു ഇൻഫർമേഷൻ ആണ്. ന്യൂസ് നേഷൻ അല്ലല്ലേ ന്യൂസ് നേഷൻ എന്ന് പറഞ്ഞ എക്സിറ്റ് പോൾ അവർ നടത്തിയതാണ്. 68 മുതൽ 72 വരെ സീറ്റ് UDFന് കിട്ടാവുന്നു. ശ്രീ അജിത് കുമാർ ആ സർവേ ഫലമാണ് കാത്തിരുന്നത്. 68 മുതൽ 72 വരെ. അപ്പോൾ 71 + 1 ഏതാണ്? ന്യൂസ് നേഷൻ. 68 മുതൽ 72 വരെ 68 ആണെങ്കിൽ ഭരണം തുടർച്ചയില്ല. തൃശ്ശൂർ ലോവർ ലിമിറ്റ് നോക്കണ്ടേ, അപ്പർ ലിമിറ്റ് നോക്കണ്ടേ? അല്ല, അവിടെ തൃശ്ശൂർ UDFന് 1 സീറ്റ്, അത് ചേലക്കരയാണ് UDFന് ഉള്ളത്. ചേലക്കരയോ? LDF അതെ, LDFന് 12. അല്ല, UDF ചേലക്കരയോ? ചേലക്കര വടക്കാഞ്ചേരി അതായിരിക്കും ചിലപ്പോൾ BDJSന്റെ എഫക്ട് കിട്ടിയത്. നിങ്ങൾ പ്രതീക്ഷിച്ചില്ല. തൃശ്ശൂർ ഈ ഒരു സ്ഥിതി വന്നു കഴിഞ്ഞാലാണ് 100-ലധികം സീറ്റ് ലഭിക്കുക. പക്ഷേ ഇത് സാധ്യതകൾ ഞാൻ പറയാം, നമ്മുടെയൊക്കെ കോമൺ സെൻസിനെ ചോദ്യം ചെയ്യുന്നു. സാധ്യതകൾ ഇല്ല എന്ന് നമ്മളൊക്കെ വിശ്വസിക്കുന്നതുമാണ്. ഇങ്ങനെയാണെങ്കിൽ ഈ തരത്തിലാണെങ്കിൽ UDF തീർന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത്. കാരണം അവർ പോലും LDFന്റെ നേതാക്കന്മാർ പോലും പ്രതീക്ഷിക്കാത്ത ലെവലിൽ LDFന് വോട്ട് കിട്ടുന്നു. PSL പറഞ്ഞത് ഭൂമി 2 പിളരുകയാണെങ്കിൽ അത് വിശ്വസിക്കാം, പക്ഷെ എറണാകുളം ജില്ലയെ കുറിച്ച് വിശ്വസിക്കാൻ പറ്റില്ല. ഇത് വന്നാൽ ഭൂമി 2 പിളർന്നു എന്ന് അംഗീകരിക്കേണ്ടി വരും. അതാണ് അവസ്ഥ.